Hello students, welcome back. The next topic in group 16 is oxides. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡൈഓക്സൈൻ ഡിസ്കസ് ചെയ്തു, O2 ഡിസ്കസ് ചെയ്തു. Now oxides. Oxides എന്ന് വെച്ചാൽ ഇറ്റ്സ് എ ബൈനറി കോമ്പൗണ്ട് ഓഫ് ഓക്സിജൻ. ബൈനറി കോമ്പൗണ്ട് എന്ന് വെച്ചാൽ ഓക്സിജൻ കൂടാണ്ട് മറ്റൊരു എലമെൻറ്റ് കൂടെ. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഓക്സിജൻ ഒരുപാട് എലമെൻറ്റുകളുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് അവിടെ എന്ത് ഫോം ചെയ്യും? ഓക്സൈഡുകൾ ഫോം ചെയ്യും. ഓക്കെ, ഫോർ എക്സാമ്പിൾ സോഡിയം അതിൻ്റെ ഓക്സൈഡായിട്ടുള്ള സോഡിയം ഓക്സൈഡ് ഫോം ചെയ്യും, കാൽഷ്യം അതിൻ്റെ ഓക്സൈഡായിട്ടുള്ള കാൽഷ്യം ഓക്സൈഡ് ഫോം ചെയ്യും, മഗ്നീഷ്യം അതിൻ്റെ ഓക്സൈഡായിട്ടുള്ള മഗ്നീഷ്യം ഓക്സൈഡ് ഫോം ചെയ്യും, അയൺ അതിൻ്റെ ഓക്സൈഡായിട്ടുള്ള Fe2O3, Fe3O4 ഇങ്ങനെയുള്ള ഓക്സൈഡുകൾ ഫോം ചെയ്യും, ZnO, ഇങ്ങനെ ഡിഫറെൻ്റ് ഓക്സൈഡുകളുണ്ട്. ഇതെല്ലാം എന്താണ്? മെറ്റൽ ഓക്സൈഡുകളാണ്. മെറ്റൽ ഓക്സൈഡുകൾ കൂടാണ്ട് നോൺ മെറ്റൽ ഓക്സൈഡുകളുണ്ട്. കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, സൾഫർ ഡൈ ഓക്സൈഡ്, സൾഫർ ട്രൈ ഓക്സൈഡ്, നൈട്രജൻ ഡൈ ഓക്സൈഡ്, ഇങ്ങനെ നോൺ മെറ്റൽ ഓക്സൈഡുകളുണ്ട്. ഇതിലെല്ലാം ഓക്സിജനെ കൂടാണ്ട് മറ്റൊരു എലമെൻറ്റ് കൂടിയാണുള്ളത്, ഒരു ടൈപ്പ് എലമെൻറ്റ്. സോ ദേ ആർ കോൾഡ് ഓക്സൈഡ്സ്. ആൻഡ് ഓക്സൈഡ്സ് ആർ ഓഫ് ടു ടൈപ്സ്. രണ്ട് ടൈപ്പ് ഓക്സൈഡുകളുണ്ട്. ദ വൺ ഈസ് സിമ്പിൾ ഓക്സൈഡ്. സിമ്പിൾ ഓക്സൈഡ്, സിമ്പിൾ ഓക്സൈഡുകളാണ് ഞാനിപ്പോൾ ഇവിടെ എഴുതിയ എല്ലാ ഓക്സൈഡുകളും. അതിൽ Fe3O4 മാത്രം മിക്സ്ഡ് ഓക്സൈഡാണ്. ദാറ്റ് ഈസ് എ മിക്സ്ഡ് ഓക്സൈഡ്. സിമ്പിൾ ഓക്സൈഡിന് എക്സാമ്പിളായിട്ട് ഇവിടെ മഗ്നീഷ്യം ഓക്സൈഡ് കൊടുത്തിട്ടുണ്ട്, കാൽഷ്യം ഓക്സൈഡ് കൊടുത്തിട്ടുണ്ട്. കാൽഷ്യം ഓക്സൈഡ് നമുക്ക് എഴുതാം, അലൂമിനിയം ഓക്സൈഡ് എഴുതാം, എനി ഓക്സൈഡ്. ഓക്കെ, അതിൻ്റെ അർത്ഥം ഇപ്പോൾ ഇവിടെ Al2O3 എടുത്താലും MgO എടുത്താലും CO എടുത്താലും ഓക്സൈഡിൽ ഓക്സിജൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് -2 ആണ്, മഗ്നീഷ്യം +2 ആണ്. ഒരൊറ്റ ഓക്സിഡേഷൻ സ്റ്റേറ്റ്, ഒരൊറ്റ മഗ്നീഷ്യം ഉള്ളൂ. ഇവിടെ -2 ആണ്, ഇവിടെ +2 ആണ്, ഇവിടെ -2 × 3 ആണ്, അതായത് -2 ആണ് ഓക്സിജന്, ഇവിടെ +3 × 2 ആണ് അലൂമിനിയത്തിന്, +3 ആണ്. ഒറ്റ ഓക്സിഡേഷൻ സ്റ്റേറ്റ് മാത്രമേ അവിടെ ഉള്ളൂ. എന്നാൽ നിങ്ങൾ അല്ലെങ്കിൽ Fe3O4 എടുത്താൽ Fe3O4-നകത്ത് ഓക്സിജൻ -2 × 4 ആണ്. ഓക്കെ, ഇവിടെ അപ്പോൾ നമുക്ക് 3x എന്ന് കൊടുക്കാം. 3x, അപ്പോൾ 3x - 8 = 0. അപ്പോൾ x = +8/3 ആണ് വരിക. ഒരു ഫ്രാക്ഷൻ ആണ് വന്നിരിക്കുന്നത്. ആ ഫ്രാക്ഷൻ വരാനുള്ള കാരണം അവിടെ 3 Fe ഉണ്ട്. ഓക്കെ, Fe3O4 എന്ന് പറയുമ്പോൾ 3 Fe ഉണ്ട്, പിന്നെ 4 ഓക്സിജൻ ഉണ്ട്. 4 ഓക്സിജൻ ഞാൻ അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്. -2 × 4 ആണ് ഇതിൽ. അപ്പോൾ ടോട്ടൽ +8 ഉണ്ട്. ഓക്കെ, അപ്പോൾ 2 +3-ഉം 1 +2. സോ ദേ ആർ പ്രസൻറ്റ് ഇൻ ഡിഫറെൻറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അതിൽ Fe തന്നെ ഡിഫറെൻറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ പ്രസൻ്റ് ആണ്. സോ ദേ ആർ കോൾഡ് മിക്സ്ഡ് ഓക്സൈഡ്സ്. ഓക്കെ, അതേപോലെ മറ്റൊരു എക്സാമ്പിൾ കൂടി ഉണ്ട് അവിടെ, MgFe2O4, അതേപോലെ ZnFe2O4-ഉം മിക്സ്ഡ് ഓക്സൈഡ് തന്നെയാണ്. ഇവിടെ NCERT കൊടുത്തിട്ടില്ലെങ്കിലും സോളിഡ് സ്റ്റേറ്റിൽ നമ്മൾ മാഗ്നറ്റിക് പ്രോപ്പർട്ടീസ് പഠിക്കുന്നിടത്ത് വരുന്നുണ്ട്. ഓക്കെ, അവിടെ മഗ്നീഷ്യം +2-ലും അയൺ +3 × 2-ലുമാണ്, +3-ലാണ്. ഇവിടെ സിങ്ക് +2-ലും അയൺ +3-ലുമാണ്. അപ്പോൾ ഡിഫറെൻറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ വന്നാൽ ദാറ്റ് ഈസ് കോൾഡ് മിക്സ്ഡ് ഓക്സൈഡ്സ്. മറ്റൊരു എക്സാമ്പിളാണ് PB3O4-നകത്തും അവിടെ 3 ലെഡ് ഉള്ളതിൽ അതിൽ 1 +2-ഉം ബാക്കി 2-ഉം +3-യുമാണ് വരുന്നത്. ഓക്കെ, Fe3O4 തന്നെ. സോ ദർ ആർ ടു ടൈപ്സ് ഓഫ് ഓക്സൈഡ്, സിമ്പിൾ ഓക്സൈഡ്സ് ആൻഡ് മിക്സ്ഡ് ഓക്സൈഡ്സ്. Simple oxides, the element with oxygen is present in only one oxidation state, and in mixed oxides they are present in different oxidation state. Okay, അതിൽ simple oxides that they are again classified. Simple oxides are again classified based on their nature. In that, the first one is acidic oxide. ഓക്കെ, ആസിഡിക് സ്വഭാവമുള്ള ആസിഡിക് ഓക്സൈഡുകളുണ്ട്. അപ്പോൾ ഈ ഓക്സൈഡുകളെ നമ്മൾ വാട്ടറിലേക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ദേ വിൽ ഫോം എൻ ആസിഡ്. ഫോർ എക്സാമ്പിൾ SO2 + H2O gives H2SO3. SO3 + H2O gives H2SO4. These all are acidic oxide. Okay, അപ്പോൾ this oxide combine with water to give an acid. അങ്ങനെയുള്ള ഓക്സൈഡുകളാണ് ആസിഡിക് ഓക്സൈഡ്. സാധാരണ രീതിയിൽ നോൺ മെറ്റൽ ഓക്സൈഡുകളെല്ലാം ആസിഡിക് ആണ്. എക്സെപ്ഷൻസ് ഉണ്ട്. നോൺ മെറ്റൽ ഓക്സൈഡുകളിൽ ആസിഡിക് അല്ലാത്തത് കാർബൺ മോണോക്സൈഡും നൈട്രജൻ മോണോക്സൈഡും ഒക്കെ ഉണ്ട്. ജനറലി നോൺ മെറ്റൽ ഓക്സൈഡ്സ് ആർ ആസിഡിക്. അതിന് എക്സാമ്പിളാണ് SO2, Cl2O, CO2, N2O5, ഇതെല്ലാം. അതേപോലെ NO2, ഇതൊക്കെ എന്താണ്? ആസിഡിക് ഓക്സൈഡുകളാണ്.
ഇനി ചില മെറ്റലുകളുടെ ഓക്സൈഡ്, മെറ്റാലിക് ഓക്സൈഡ് ജനറലി ബേസിക് ആണ്. ചില മെറ്റലുകളുടെ ഓക്സൈഡ് ഇൻ ദെയർ ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആർ ഓൾസോ ആസിഡിക്. ഹയർ നമ്മൾ DNF ബ്ലോക്കിൽ അത് പഠിക്കുന്നുണ്ട്. ഓക്കെ, അതായത് ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ Mn2O7 എടുക്കുകയാണെങ്കിൽ Mn2O7 അവിടെ -2 × 7 ആണ്, ഇവിടെ +7 × 2 ആണ്. ഇവിടെ നമുക്ക് മാംഗനീസ് +7 ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ ഒരിക്കലും മാംഗനീസ് 7 ഇലക്ട്രോൺ അങ്ങോട്ട് കൊടുത്തതല്ല. ഓക്കെ, 7 ഇലക്ട്രോണിനെ റിലീസ് ചെയ്യുന്നതിനേക്കാളും എളുപ്പം 1 ഇലക്ട്രോൺ ആക്സെപ്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ അതിനർത്ഥം അവിടെ ആ എലമെൻറ്റ് കൊവാലൻ ബോണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ആ കൊവാലൻ ബോണ്ടിൽ ഇലക്ട്രോനെഗറ്റിവിറ്റി അനുസരിച്ച് ഓക്സിജൻ്റെ അടുത്തേക്ക് ഇലക്ട്രോൺ ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഫോർ എക്സാമ്പിൾ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ HCl എടുക്കുമ്പോൾ HCl നമ്മളവിടെ +1 -1 എന്ന് കൊടുക്കുമ്പോൾ ഒരിക്കലും ഹൈഡ്രജൻ 1 ഇലക്ട്രോൺ അങ്ങോട്ട് കൊടുത്തിട്ടില്ല. ഇലക്ട്രോൺ ക്ലോറിൻ്റെ അടുത്തേക്ക് ജസ്റ്റ് എന്ത് ചെയ്തിട്ട് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് ഡ്യൂ ടു ദ ഇലക്ട്രോനെഗറ്റിവിറ്റി ഓഫ് ക്ലോറിൻ. അതേപോലെയാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. മാംഗനീസിൻ്റെ അടുത്തുനിന്ന് 7 ഇലക്ട്രോൺ ഓക്സിജൻ്റെ അടുത്തേക്ക്, ഓരോ മാംഗനീസിൻ്റെ അടുത്തുനിന്നും 7 ഇലക്ട്രോൺ ഓക്സിജൻ്റെ അടുത്തേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടുമ്പോൾ അത് കാണിക്കുന്നത് മെറ്റാലിക് ക്യാരക്ടർ അല്ല. മെറ്റാലിക് ക്യാരക്ടർ ആയിരുന്നെങ്കിൽ അവർ അയോണിക് ബോണ്ടാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ കൊവാലൻ ക്യാരക്ടർ കൂടുകയാണ്. ആസ് ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇൻക്രീസസ് കൊവാലൻ ക്യാരക്ടർ ഇൻക്രീസസ്. ഈ കൊവാലൻ ബോണ്ടുകൾ എന്ന് പറയുന്നത് നോൺ മെറ്റാലിക് ക്യാരക്ടറാണ്. നോൺ മെറ്റൽസിൻ്റെ പ്രോപ്പർട്ടീസാണ് കൊവാലൻ ബോണ്ട് ഫോർമേഷൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ആസ് ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇൻക്രീസസ് കൊവാലൻ ക്യാരക്ടർ ഇൻക്രീസസ് ആൻഡ് ദ നോൺ മെറ്റാലിക് ക്യാരക്ടർ ഇൻക്രീസസ്. അപ്പം നോൺ മെറ്റാലിക് ക്യാരക്ടറുള്ള ഒരു മെറ്റലാണ് മാംഗനീസ് ഈ ഓക്സൈഡിൽ. അപ്പം നോൺ മെറ്റാലിക് ക്യാരക്ടറുള്ള മെറ്റലിൻ്റെ ഓക്സൈഡ് എന്തായിരിക്കും, അസിഡിക് ആയിരിക്കും. അതിന് എക്സാമ്പിളാണ് Mn2O7 CrO3 V2O5. അതായത് +4 ഓർ ഹയർ ഉള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റിലെല്ലാം മെറ്റൽസിന് നോൺ മെറ്റാലിക് ക്യാരക്ടർ കൂടുതലാണ്, കൊവാലൻ ക്യാരക്ടർ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ഓക്സൈഡുകൾക്ക് ആസിഡിക് ക്യാരക്ടറും കൂടുതലാണ്. ബാക്കിയുള്ള മെറ്റൽ ഓക്സൈഡ്സ് in their lower oxidation state, they are basic oxides. Okay, the oxides that give a base with water are known as basic oxide. In general, metal oxides are basic. അസിഡിക് ആയിട്ടുള്ള മെറ്റൽ ഓക്സൈഡുകളെ പറ്റി നമ്മൾ പറഞ്ഞു. ജനറലി ഇവർ ബേസിക് ഓക്സൈഡ്സ് ആണ്. കാൽഷ്യം ഓക്സൈഡ് വാട്ടറിൽ ഡിസോൾവ് ചെയ്തിട്ട് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്യുന്നു. മഗ്നീഷ്യം ഓക്സൈഡ് വാട്ടറിൽ ഡിസോൾവ് ചെയ്തിട്ട് മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ഫോം ചെയ്യുന്നു. ഓക്കെ, സോ അതിന് എക്സാമ്പിളാണ് Na2O, CaO, BaO, ബേരിയം ഓക്സൈഡ്. ഇതെല്ലാം ബേസിക് ഓക്സൈഡുകളാണ്. ഓക്കെ, അപ്പോൾ നമ്മളോട് ചിലപ്പോൾ ചോദിക്കുക എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഓക്സൈഡ്സ്. അവിടെ നിങ്ങൾക്ക് മിക്സഡ് ഓക്സൈഡും അതേപോലെ സിമ്പിൾ ഓക്സൈഡ്സും പറയാം. അവിടെ സിമ്പിൾ ഓക്സൈഡ്സിൻ്റെ ഫർദർ ക്ലാസിഫിക്കേഷൻ ആയിട്ടുള്ള ചിലപ്പോൾ എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് സിമ്പിൾ ഓക്സൈഡ്സ് ഒന്നും ചോദിക്കാം. അവിടെ സിമ്പിൾ ഓക്സൈഡ്, അവിടെ അസിഡിക് ഓക്സൈഡ്, സിമ്പിൾ ഓക്സൈഡ്സിൻ്റെ ഫസ്റ്റ് ടൈപ്പ് അസിഡിക് ഓക്സൈഡ്. അതിനെപ്പറ്റി 2-3 എന്ത് ചെയ്യുക പോയിന്റുകൾ എഴുതുക, എക്സാമ്പിൾ എഴുതുക. ബേസിക് ഓക്സൈഡ് എന്താണ്, എന്തുകൊണ്ടാണ് അവരെ ബേസിക് എന്ന് വിളിക്കുന്നത്? ബിക്കോസ് ദേ ആർ ഫോമിംഗ് ബേസസ് വിത്ത് വാട്ടർ ആൻഡ് മെറ്റാലിക് ഓക്സൈഡ്സ് ആർ ബേസിക് ആൻഡ് എക്സാമ്പിൾ. ദാറ്റ്സ് ഇറ്റ്. ആൻഡ് അസിഡിക് ക്യാരക്ടറും ബേസിക് ക്യാരക്ടറും ഉള്ള ഓക്സൈഡുകളുണ്ട്. അവർ അസിഡിക് ആയിട്ടും പ്രോപ്പർട്ടി ഉണ്ട്, അതേപോലെ തന്നെ ബേസിക് ക്യാരക്ടറുണ്ട്. ആൻഡ് ദേ ആർ കോൾഡ് ആംഫോട്രിക് ഓക്സൈഡ്സ്. ഓക്കെ, അതിന് ഏറ്റവും ബെറ്റർ എക്സാമ്പിളാണ് Al2O3 ഈസ് എ ആംഫോട്രിക് ഓക്സൈഡ്. ദേ ഷോ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബോത്ത് അസിഡിക് ആസ് വെൽ ആസ് ബേസിക് ഓക്സൈഡ്. They reacts with acid as well as alkali. Okay, for example, Al2O3 reacts with acids as well as alkali. എന്ന് വെച്ചാൽ ആംഫോട്രിക് ഓക്സൈഡിന് ഒരു എക്സാമ്പിളാണ് Al2O3. ഇനി അസിഡിക് സ്വഭാവവും ബേസിക് സ്വഭാവവും, അസിഡിക് ക്യാരക്ടറും ബേസിക് ക്യാരക്ടറും ഇല്ലാത്ത ഓക്സൈഡുകളുണ്ട്. ദേ ആർ കോൾഡ് ന്യൂട്രൽ ഓക്സൈഡ്സ്. ഓക്കെ, അതിൽ ദീസ് ആർ ഓക്സൈഡ്സ് വിച്ച് ആർ നൈദർ ആസിഡിക് നോർ ബേസിക്. They does not have acidic character and basic character. Example of neutral oxide is carbon monoxide, nitrogen monoxide and dinitrogen oxide. Dinitrogen monoxide. CO, NO and N2O are non-metal oxideകളാണ്, പക്ഷേ അവർ acidic അല്ല. They are neutral oxides. Okay, അപ്പോൾ നമുക്ക് simple oxidesൻ്റെ different types: acidic oxides, basic oxides, amphoteric oxides and neutral oxides. Very simple. ആൻഡ് നെക്സ്റ്റ് നമ്മൾ ഗ്രൂപ്പ് 16 അടുത്തത് ആദ്യം O2 പഠിച്ചു, പിന്നെ ഓക്സൈഡുകൾ പഠിച്ചു. നെക്സ്റ്റ് ഈസ് ഓസോൺ. ഓസോൺ ഈസ് O3. ഓക്കെ, ഓസോണിൻ്റെ ലൂയിസ് ഡോട്ട് സ്ട്രക്ചർ എഴുതുമ്പോൾ O3 എന്ന് പറയുമ്പോൾ ഒരു ഓക്സിജന് 6 ഇലക്ട്രോൺസ് വാലൻസ് ഷെല്ലിലുണ്ട്. സോ 6 × 3 18 വാലൻസ് ഇലക്ട്രോൺസ് ഉണ്ട്. 18 വാലൻസ് ഇലക്ട്രോൺസ്. അപ്പോൾ നമ്മൾ ഓക്സിജൻ എന്നിട്ട് എന്ത് ചെയ്യുക, ആദ്യം സിംഗിൾ ബോണ്ട് കൊടുക്കുക. എന്നിട്ട് ഒരു എൻഡിൽ നിന്നും സ്റ്റാർട്ട് ചെയ്തിട്ട് 1 2 3 4 5 6. ഓക്കെ, ഒക്ടേറ്റ് കംപ്ലീറ്റ് ചെയ്യുക. 1 2 3 4 5 6 7 8 ആയി. ഇനി അടുത്ത എൻഡിൽ പോയിട്ട് 1 2
3, 4, 5, 6, 7, 8 ആയി. 8 + 8 is 16. പിന്നെ നമ്മൾ സെൻട്രൽ ആറ്റത്തിലേക്ക് 2 കൊടുത്തു. ഇത് ട്രയൽ ആൻഡ് എറർ മെത്തേഡാണ്. ട്രയൽ നോക്കുക, എറർ ഉണ്ട്, കാരണം 1, 2, 3, 4, 5, 6 സെൻട്രൽ ആറ്റത്തിനായിട്ടുള്ളൂ. എന്നിട്ട് ഒക്റ്ററ്റ് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ ഏതെങ്കിലും ഒരു ലോൺ പെയറിനെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യും? ലോൺ പെയറിനെടുത്തിട്ട് അതിനെ ഡബിൾ ബോണ്ടാക്കും. ഓക്കെ, മൾട്ടിപ്പിൾ ബോണ്ടാക്കി മാറ്റും. ഇതാണ് O3. ഇപ്പോൾ ഇവിടെയാണ് ഞാനിവിടെ ഡബിൾ ബോണ്ട് കൊടുത്തത്. അതേപോലെ അടുത്ത സ്ട്രക്ചറിൽ ഇതിന് ഡബിൾ ബോണ്ട് കൊടുക്കാം. സോ ദേ ആർ റെസണൻസ് സ്ട്രക്ചേഴ്സ് ആൻഡ് ദ ഷേപ്പ് ഈസ് ആംഗുലാർ ഷേപ്പാണ്. ആംഗുലാർ ഷേപ്പ്, ബെൻഡ് ഷേപ്പ് ഓർ വി ഷേപ്പ് എന്നും പറയാം. ദേ ഓൾസോ ഹാവ് വി ഷേപ്പ്. ആൻഡ് ഓസോൺ ഈസ് എൻ അലോട്രോപ്പിക് ഫോം ഓഫ് ഓക്സിജൻ. O2ൻ്റെ ഒരു അലോട്രോപ്പാണ്. ഓക്സിജൻ തന്നെയാണ് അതിനകത്തുള്ളത്, അതിൻ്റെ ഒരു അലോട്രോപ്പാണ്. ഡിഫറെൻറ്റ് ഫിസിക്കൽ ഫോമാണ് ഓസോൺ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ്സ് ഷേപ്പ് പ്രിപ്പറേഷൻ ഓൺലി വൺ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ. നമ്മൾ കുറച്ച് ഓക്സിജൻ എടുത്തിട്ട് ആ ഓക്സിജനെ ഒരു സ്ട്രീം ഓഫ് ഓക്സിജൻ, ഒരു ഓക്സിജൻ്റെ ഒരു സ്ട്രീം എന്ത് ചെയ്യുക, അതിൽ കൂടെ സൈലൻറ്റ് ഇലക്ട്രിക്കൽ ഡിസ്ചാർജ് പാസ് ചെയ്യുക. അല്ലെങ്കിൽ സൈലൻറ്റ് ഇലക്ട്രിക്കൽ ഡിസ്ചാർജിൽ കൂടെ ഡ്രൈ ഓക്സിജൻ്റെ ഒരു സ്ട്രീം, ഓക്കെ, ഒരു ധാര, ഒരു സ്ട്രീം പാസ് ചെയ്യുക. ബൈ പാസിങ് എ സ്ലോ ഡ്രൈ സ്ട്രീം ഓഫ് ഓക്സിജൻ ത്രൂ സൈലൻറ്റ് ഇലക്ട്രിക്കൽ ഡിസ്ചാർജ്. അപ്പോൾ O2ൽ കൂടെ O2 ഇലക്ട്രിക്കൽ ഡിസ്ചാർജിൽ കൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബിക്കം O3. 3O2 gives 2O3. അതിന് ഓസോൺ എന്ന് വിളിക്കാം. അതേപോലെ തന്നെ ഇറ്റ്സ് ഓൾസോ കോൾഡ് ഓസോണൈസ്ഡ് ഓക്സിജൻ. Oxygen is ozonized. It's called ozone. It's also called ozonized oxygen. അപ്പോൾ ozonized oxygen എന്താണെന്ന് ചോദിച്ചാൽ that is ozone. Okay. And next properties. Pure ozone is a pale blue gas. If it is in the gaseous state, it is a pale blue gas. And if we liquefy it, it's a dark blue liquid. And if we are solidifying it, it's a violet black solid. It's a pale blue gas, dark blue liquid, or violet black solid. Ozone has a characteristic smell. ഒരു പ്രത്യേകതയുള്ള ഓർഡർ, സ്മെല്ലുണ്ട്. It acts as a powerful oxidizing agent. It's a very important point. It acts as a powerful oxidizing agent. എന്തുകൊണ്ടാണ് O3 ഒരു പവർഫുൾ ഓക്സിഡൈസിങ് ഏജന്റ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എക്സാമിന് വന്നിട്ടുണ്ട്, NCERT-യിലുണ്ട്. O3 എന്ത് ചെയ്യും? O3 ക്യാൻ റിലീസ്. O3 അൺസ്റ്റേബിൾ ആണ്. ദാറ്റ് വിൽ ഫോം O2 + O. ഓക്കെ, ഈ ഓക്സിജനെ, അത് ഒരു അറ്റോമിക് ഓക്സിജൻ ആണ്. അതിനെ വിളിക്കുന്ന പേര് നെയ്സൻ്റ് ഓക്സിജൻ. ഈ നെയ്സൻ്റ് ഓക്സിജൻ ഹൈലി റിയാക്റ്റീവ് ആണ്, ആറ്റമാണ്, ഓക്സിജൻ ആറ്റമാണ്. ഈ ഓക്സിജൻ ആറ്റം O2 സ്റ്റേബിൾ ആണ്. ഈ ഓക്സിജൻ ആറ്റം എന്ത് ചെയ്യും? അൺസ്റ്റേബിൾ ആയതുകൊണ്ട് ആരെങ്കിലും പോയിട്ട് അറ്റാക്ക് ചെയ്യും, എന്നിട്ട് അതുമായിട്ട് കമ്പൈൻ ചെയ്യും. അപ്പോൾ ആ ആൾക്ക് ഓക്സിഡേഷൻ നടക്കും. ഡ്യൂ ടു അപ്പോൾ എന്തുകൊണ്ട് വൈ O3 ആക്ട് ആസ് എ പവർഫുൾ ഓക്സിഡൈസിങ് ഏജന്റ് എന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് ഡ്യൂ ടു ദ എബിലിറ്റി ടു ലിബറേറ്റ് നെയ്സൻ്റ് ഓക്സിജൻ ആറ്റം. ദാറ്റ് ഈസ് O3 gives O2 + O. ദാറ്റ് ഈസ് ആൻസർ. അപ്പോൾ ഇതിൻ്റെ ഓക്സിഡൈസിങ് ആക്ഷൻ എക്സാമ്പിൾ, ഇവർ ലെഡ് സൾഫൈഡിനെ ലെഡ് സൾഫേറ്റ് ആക്കി മാറ്റുന്നു. എന്ന് വെച്ചാൽ S2- SO4 ആക്കുന്നു. ഓക്കെ, അതിനോടൊപ്പം O3 എന്തായിട്ട് മാറും? O3 വിൽ ബിക്കം O2. ഓക്കെ, അപ്പോൾ ഇവിടെ ലെഡ് സൾഫൈഡ് ആണ്, അതുകൊണ്ട് Pb2+ വരും. PbSO4 O3 O2. ബാലൻസിങ്ങിൻ്റെ ഭാഗമായിട്ട് PbS + 4O3 gives PbSO4 + 4O2. ഓക്കെ, അതേപോലെ അയോഡൈഡിനെ അയോഡിനാക്കും. ഇറ്റ് ഓക്സിഡൈസസ് അയോഡൈഡ് ടു അയോഡിൻ ഇൻ എൻ ആൽക്കലൈൻ മീഡിയം. അപ്പോൾ ഇതിനെ നമുക്ക് വേണമെങ്കിൽ ബാലൻസ് ചെയ്യാം. O3 എന്തായിട്ട് മാറുന്നു? O3 ഈസ് ബിക്കമിങ് O2. O3 അവിടെ O2 ആയിട്ട് മാറുന്നുണ്ട്. അതേപോലെ തന്നെ അയോഡൈഡ് എന്തായിട്ട് മാറുന്നു? I2 ആയിട്ട് മാറുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് 2I- വേണം. ക്ലിയർ അല്ലേ? അതേപോലെ ഇനി ഓക്സിജൻ ഇവിടെ ബാലൻസ് ചെയ്യണം. ഓക്സിജനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഒരു വാട്ടർ ആഡ് ചെയ്യും, H2 ആഡ് ചെയ്യും. H2 ആഡ് ചെയ്തതിന് ശേഷം ഹൈഡ്രജനെ ബാലൻസ് ചെയ്യണം. ഹൈഡ്രജനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? അവിടെ 2H+ കൊടുക്കും. ബേസിക് മീഡിയമാണ്, അതുകൊണ്ട് അവിടെ 2OH- കൊടുക്കും. 2OH- രണ്ട് സൈഡിലും കൊടുക്കും. ഓക്കെ, ആൻഡ് 2H+ ആൻഡ് 2OH- DNF-ൽ ഡിസ്കസ് ചെയ്താണ്. ദാറ്റ് ഈസ് 2H2O. ആ 2H2ഉം 1H2ഉം ക്യാൻസൽ ചെയ്താൽ അവിടെ 1H2. അപ്പോൾ ബാക്കി എന്തുണ്ട്? O3 + H2O gives O2 + 2OH- എന്നാവും. കാണാതെ പഠിച്ചാലും മതി. അതേപോലെ 2I- gives I2. ഇനി നമുക്ക് ബാലൻസ് ചെയ്യേണ്ടത് ഇലക്ട്രോണിനെയാണ്. ഇവിടെ 2I- ഉണ്ട്, രണ്ട് നെഗറ്റീവ് ചാർജ്. സോ ഹിയർ 2 ഇലക്ട്രോൺ ആൻഡ് ഇവിടെ 2 മൈനസ് ചാർജ് ഉണ്ട്, അതുകൊണ്ട് അവിടെ 2 ഇലക്ട്രോൺ. ആ 2 ഇലക്ട്രോണും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കി എന്തുണ്ട്? O3 + 2I- + H2O gives O2 + I2 + 2OH-.
Okay, and that is given here. അപ്പോൾ വേർഡ്സിൽ പഠിച്ചാലും മതി. ഇറ്റ് ഓക്സിഡൈസസ് ലെഡ് സൾഫൈഡ് ടു ലെഡ് സൾഫേറ്റ്, സൾഫൈഡ് ടു സൾഫേറ്റ്, ആൻഡ് ഇറ്റ് ഓൾസോ ഓക്സിഡൈസസ് അയോഡൈഡ് ടു അയോഡീൻ, I- to I2. ഓക്കെ, ദാറ്റ്സ് എ വെരി ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടി. എന്താണ് അതിൻ്റെ പവർഫുൾ ഓക്സിഡൈസിങ് ആക്ഷനുള്ള കാരണം? എന്തുകൊണ്ട് അവർ ഓക്സിഡൈസിങ് ഏജൻ്റ് ആവുന്നു? ഓക്കെ, ആൾക്ക് നടക്കുന്ന റിഡക്ഷനാണ്, അതുകൊണ്ട് കാരണം ഓക്സിജൻ റിമൂവ് ചെയ്യാണ്. എന്തുകൊണ്ടാവുന്നു എന്നുള്ളതും അതിൻ്റെ 2 എക്സാമ്പിൾസും പഠിച്ചാൽ ഓക്കെയാണ്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് എസ്റ്റിമേഷൻ ഓഫ് ഓസോൺ. ഓസോണിനെ എങ്ങനെ ടെസ്റ്റ് ചെയ്യാം, ഓസോണിൻ്റെ പ്രസൻസ് എങ്ങനെ ഓസോണിൻ്റെ പ്രസൻസ് എങ്ങനെ തിരിച്ചറിയാമെന്നല്ല, അതിൻ്റെ എമൗണ്ട്, ക്വാണ്ടിറ്റി എങ്ങനെ എസ്റ്റിമേഷൻ എന്ന് വെച്ചാൽ ക്വാണ്ടിറ്റേറ്റീവാണ്. ക്വാണ്ടിറ്റേറ്റീവ്ലി എങ്ങനെ നമുക്ക് ഓസോണിനെ എസ്റ്റിമേറ്റ് ചെയ്യാൻ പറ്റും? അതിന് വേണ്ടിയിട്ട് ഓസോണിനെ ആദ്യം പൊട്ടാഷ്യം അയഡൈഡുമായിട്ട് ട്രീറ്റ് ചെയ്യാം. പൊട്ടാഷ്യം അയഡൈഡ് എന്ന് വെച്ചാൽ എന്താ? KI ആണ്, KI. ഓക്കെ, KI എന്ന് വെച്ചാൽ അവിടെ K+ ആൻഡ് I- ആണ്. അപ്പോൾ അതിലേക്ക് ഓസോൺ അത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബിക്കം I2. ഓക്കെ, O3 എന്തായിട്ട് മാറും? O3 വിൽ ബിക്കം O2 ആയിട്ട് മാറും. ഓക്കെ, O3 O2 ആയിട്ട് മാറും. O2 + O ആവും. ആ ഓക്സിജൻ നമ്മൾ O3 O2 ആവുമെന്ന് ഓർത്താൽ മതി, ഓക്സിജൻ വേറൊരാളുമായിട്ട് കമ്പൈൻ ചെയ്യാണ്. അപ്പോൾ അയോഡൈഡിനെ അയോഡിൻ ലിബറേറ്റ് ചെയ്യും. ഇതിനെ രണ്ടിനും കൂടി നമ്മൾ എന്ത് ചെയ്യും? ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് അവിടെ അയോഡിൻ ലിബറേറ്റ് ചെയ്യും. അതിൽ നമ്മൾ pH ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിലൊരു ബോറേറ്റ് ബഫർ ആഡ് ചെയ്യും. ബഫർ സൊല്യൂഷൻസ് നമ്മൾ ഇവിടെ പഠിക്കുന്നതാണ് ഇക്വിലിബ്രിയത്തിൽ. ബഫർ എന്ന് വെച്ചാൽ ഇറ്റ്സ് എ സൊല്യൂഷൻ ദാറ്റ് ഡസ് നോട്ട് ചേഞ്ച് ഇറ്റ്സ് pH ചേഞ്ച് ചെയ്യാത്ത, ആസിഡ് ആഡ് ചെയ്താലും ബേസ് ആഡ് ചെയ്താലും pH ചേഞ്ച് ചെയ്യാത്ത സൊല്യൂഷൻസ് ആണ് ബഫർ. അപ്പോൾ അവിടെ ആഡ് ചെയ്യുന്ന ഒരു ബോറൈറ്റ് ബഫർ pH 9.2 കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഓസോണിനെടുത്ത് പൊട്ടാഷ്യം അയോഡൈഡിലേക്ക് ആഡ് ചെയ്തപ്പോൾ അതിൽ നിന്നും അയോഡിൻ ലിബറേറ്റ് ചെയ്തു. അപ്പോൾ എത്ര O3 ആണോ എടുക്കുന്നത് അതിനനുസരിച്ചാണ് I2 ഫോം ചെയ്യാം. നേരത്തെ നമ്മൾ എഴുതിയിട്ടുണ്ട്. I- എന്തായിട്ട് മാറുന്നു? I- എന്തായിട്ട് മാറുന്നു? അവിടെ I2 ആയിട്ട് മാറുന്നു. ഓക്കെ, അപ്പോൾ ആ അയോഡിനെ നമ്മൾ എന്ത് ചെയ്യും? ടൈട്രേറ്റ് ചെയ്യാണ്. ടൈട്രേറ്റ് ചെയ്യാന്ന് വെച്ചാൽ വോള്യൂമെട്രിക്കലി അതിനെ എസ്റ്റിമേറ്റ് ചെയ്യാണ്. അതായത് ഈ അയോഡിനിലേക്ക്, അതിൽ നിന്ന് ലിബറേറ്റ് ചെയ്യുന്ന അയോഡിനിലേക്ക് നമ്മൾ ഒരു സോഡിയം തയോസൾഫേറ്റ് Na2S2O3 ആഡ് ചെയ്യും. ഓക്കെ, Na2S2O3 ആഡ് ചെയ്യും. അപ്പോൾ ഈ അയോഡിന് വേണ്ട തയോസൾഫേറ്റ് എത്ര അളവ് വേണം എന്ന് നോക്കിയിട്ട് നമുക്കിവിടെ എത്രയാണ് തയോസൾഫേറ്റ് വേണ്ടത് എന്ന് നോക്കിയാൽ എത്ര അയോഡിൻ ഉണ്ടായിട്ടെന്ന് മനസ്സിലാവും. ആ അയോഡിന് കറസ്പോണ്ടിങ് ആയിട്ട് അവിടെ O3 പ്രസൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ O3യും അയോഡൈഡും റിയാക്ട് ചെയ്തിട്ട് I2 ഉണ്ടാവുന്നു. ആ I2ൻ്റെ ക്വാണ്ടിറ്റി മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് സോഡിയം തയോസൾഫേറ്റ് യൂസ് ചെയ്യുന്നു. Okay, so ozone is treated with excess potassium iodide solution buffered with a borate buffer. The iodine is liberated. നമ്മൾ പറഞ്ഞു, that can be titrated against a standard solution of sodium thiosulfate. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടില്ല, പക്ഷേ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്, എസ്റ്റിമേഷൻ ഓഫ് ഓസോൺ. ഓക്കെ, and finally it is used as a germicide. Germicide means killing of germs. It is used to kill the germs. Germicide, disinfectant, and also for sterilizing waterനെ sterilize ചെയ്യാൻ വേണ്ടിയിട്ടും യൂസ് ചെയ്യുന്നു. ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ആസ് ഫോർ ബ്ലീച്ചിങ് ഓഫ് ഓയിൽസ്. ബ്ലീച്ചിങ് എന്ന് വെച്ചാൽ റിമൂവിങ് ദ കളറാണ്. കളർ റിമൂവ് ചെയ്യുക. ഓയിലിൻ്റെ ഒരു ബ്രൗൺ കളർ റിമൂവ് ചെയ്തിട്ട് നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങുന്ന ഓയിൽ കുറച്ചൊരു ക്ലിയർ ആയിരിക്കും, വെളിച്ചെണ്ണയൊക്കെ ക്ലിയർ ആയിരിക്കും, വീട്ടിലുള്ളത് കുറച്ചൊരു ബ്രൗൺ ആയിരിക്കും. ബ്ലീച്ചിങ് ഓയിൽസ്, ഫ്ലോർ, സ്റ്റാർച്ച് എക്സെട്ര. It acts as an oxidizing agent in the manufacture of potassium permanganate. Potassium permanganate prepare ചെയ്യുന്നതിൽ ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് യൂസ് ചെയ്യുന്നു എന്നുള്ളതും അതിൻ്റെ ഒരു മേജർ യൂസ് ആണ്. ആൻഡ് there are 2 in text questions. Why does O3 act as a powerful oxidizing agent? നമ്മളത് പറഞ്ഞു കഴിഞ്ഞു. കാരണം എന്താ? O3 has the ability to liberate nascent oxygen. Okay, how is O3 is estimated quantitatively? O3 is estimated quantitatively when by treating ozone with excess potassium iodide solution and the iodine that is buffered with a borate buffer. Buffered എന്ന് വെച്ചാൽ borate buffer is added എന്നർത്ഥം. Okay, and the iodine liberated is titrated against a standard solution of sodium thiosulfate. Okay, it is very very important. Estimation important ആണ്, അതിൻ്റെ പവർഫുൾ ഓക്സിഡൈസിങ് ആക്ഷൻ ഉള്ള റീസണും ഇമ്പോർട്ടൻ്റ് ആണ്, അതിൻ്റെ ഓക്സിഡൈസിങ് ആക്ഷൻ്റെ എക്സാമ്പിളും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, and the next, അതോടുകൂടി ഓക്സിജനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ കോമ്പൗണ്ട്സ് അവിടെ കഴിഞ്ഞു. O2 ഡയോക്സി എന്ന് നമ്മൾ പറഞ്ഞു.
അതിനുശേഷം നമ്മൾ ഓക്സൈഡുകളെ പറ്റി പറഞ്ഞു, അതിനുശേഷം ഓസോണിനെ പറ്റി പറഞ്ഞു. ഇനി ഗ്രൂപ്പ് 60 സെക്കൻഡ് എലമെൻറ്റ്, ഓക്സിജന് ശേഷമുള്ള സെക്കൻഡ് എലമെൻ്റ് ആണ് സൾഫർ. നമ്മൾ ഓക്സിജനെ പറ്റി പഠിച്ചു കഴിഞ്ഞു. സൾഫറിനെ പറ്റിയാണ് ഇനി പഠിക്കാൻ പോകുന്നത്. സൾഫറിനെ പറ്റി ഒരുപാട് പഠിക്കാനില്ല. അതിൽ സൾഫറിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2 ടൈപ്പ് അലോട്രോപ്പിക് ഫോംസ് ഉണ്ട്, 2 ഫിസിക്കൽ ഫോംസ് ഉണ്ട്, 2 ഇമ്പോർട്ടൻറ്റ് ഫിസിക്കൽ ഫോംസ് ഉണ്ട്. നമുക്ക് സൾഫർ അവൈലബിൾ ആയിട്ടുള്ളത്, സൾഫർ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് റോൾ സൾഫർ ആയിട്ടാണ്. റോൾ സൾഫർ എന്ന് വെച്ചാൽ ഒരു വൈറ്റ് പൗഡറാണ്, വൈറ്റ് പൗഡർ. പക്ഷേ അതല്ല റോംബിക് സൾഫറും, അതല്ല മോണോക്ലിനിക് സൾഫറും. ഓക്കെ, അപ്പോൾ ഈ റോൾ സൾഫറിനെ തന്നെ, റോൾ സൾഫർ ശരിക്കും ഒരു അലോട്രോപ്പാണ്. പക്ഷേ നമ്മളോട് അലോട്രോപ്പിക് ഫോംസ് ചോദിച്ചാൽ നമ്മൾ ഇമ്പോർട്ടൻ്റ് അലോട്രോപ്പിക് ഫോംസ് ആയിട്ടുള്ള റോംബിക് സൾഫറും മോണോക്ലിനിക് സൾഫറുമാണ് പറയേണ്ടത്. റോംബിക് എന്ന് പറയാനുള്ള കാരണം അതിന് ഓർത്തോ റോംബിക് സ്ട്രക്ചറാണ്. ഇതിന് മോണോക്ലിനിക് സ്ട്രക്ചറാണ്. നമ്മൾ സോളിഡ് സ്റ്റേറ്റ് പഠിച്ചതാണ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് ആൽഫ സൾഫർ. റോംബിക് സൾഫർ ഈസ് ഓൾസോ കോൾഡ് ആൽഫ സൾഫർ ആൻഡ് മോണോക്ലിനിക് സൾഫർ ഈസ് ഓൾസോ കോൾഡ് ബീറ്റ സൾഫർ. ഓക്കെ, ദിസ് അലോട്രോപ്പ് ഈസ് യെല്ലോ ഇൻ കളർ. അപ്പോൾ റോംബിക് സൾഫർ യെല്ലോ കളറിലാണ്. റോംബിക് സൾഫർ ക്രിസ്റ്റൽസ് ആർ ഫോംഡ്. എങ്ങനെയാണ് റോംബിക് സൾഫർ പ്രിപ്പയർ ചെയ്യുന്നത്? ഓൺ ഇവാപറേറ്റിംഗ് ദ സൊല്യൂഷൻ ഓഫ് റോൾ സൾഫർ. ആ യെല്ലോ പൗഡറി ആയിട്ടുള്ള റോൾ സൾഫറിൻ്റെ സൊല്യൂഷൻ ഇൻ കാർബൺ ഡൈസൾഫൈഡ്, CS2. കാർബൺ ഡൈസൾഫൈഡ് ലിക്വിഡാണ്. ആ കാർബൺ ഡൈസൾഫൈഡിലേക്ക് റോൾ സൾഫർ നന്നായിട്ട് എന്ത് ചെയ്യുക, ഡിസോൾവ് ചെയ്തതിന് ശേഷം ഇവാപറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്രിസ്റ്റൽസ് ഓഫ് റോംബിക് സൾഫർ കിട്ടും. റോംബിക് സൾഫർ ക്രിസ്റ്റൽസ് ആർ ഫോംഡ് ഓൺ ഇവാപറേറ്റിംഗ് ദ സൊല്യൂഷൻ ഓഫ് റോ സൾഫർ ഇൻ കാർബൺ ഡൈസൾഫൈഡ്. പിന്നെ അതിൻ്റെ പ്രോപ്പർട്ടിയാണ്, എല്ലാ പോയിന്റും ഇങ്ങനെ 1 by 1 കൊടുത്താണ്. ഇറ്റ് ഈസ് ഇൻസൊല്യൂബിൾ ഇൻ വാട്ടർ ബട്ട് ഡിസോൾവ്സ് ഇൻ സം എക്സ്റ്റെൻറ്റ് ഇൻ, കുറേശ്ശെ ഡിസോൾവ് ആവും എവിടെ? ഇൻ ബെൻസീൻ, ആൽക്കഹോൾ, ഈതർ ഓർഗാനിക് സോൾവെൻറ്റിൽ. ഇറ്റ് ഈസ് റെഡിലി സൊല്യൂബിൾ ഇൻ കാർബൺ ഡൈസൾഫൈഡ്. കാർബൺ ഡൈസൾഫൈഡിൽ നന്നായിട്ട് ലയിക്കുകയും ചെയ്യും. ഓക്കെ ആൻഡ് ഇവിടെ നമ്മൾ റോൾ സൾഫറിൻ്റെ ഇമേജ് കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ കുറച്ച് ബ്ലോക്കുകളായിട്ടാണുള്ളത്. ഇതിനെ പൗഡർ ചെയ്യാം. ഇതൊരു പൗഡറിയാണ്. ഓക്കെ, ചോക്കൊക്കെ പോലെയുള്ള ഒരു പൗഡറാണ്. ഓക്കെ, ചോക്ക് കാൽഷ്യം കാർബണേറ്റ് ആണ്. ആൻഡ് ദിസ് ഈസ് റോംബിക് സൾഫർ. നല്ല ക്രിസ്റ്റൽസ് ആണ്, നല്ല ക്രിസ്റ്റലൈൻ സ്ട്രക്ചറാണ്, ഓർത്തോ റോംബിക് സ്ട്രക്ചറാണ് ഇതിനുള്ളത്. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് ഈസ് മോണോക്ലിനിക് സൾഫർ. മോണോക്ലിനിക് സൾഫർ ഫോം ചെയ്യുന്നത്, പ്രിപ്പയർ ചെയ്യുന്നത് ദാറ്റ് ഈസ് ഫ്രം റോംബിക് സൾഫർ ആണ്. ഓക്കെ, ദിസ് ഫോം ഓഫ് റോംബിക് സൾഫർ, ദാറ്റ് മീൻസ് മോണോക്ലിനിക് സൾഫർ ഇസ് പ്രിപ്പയർഡ് ബൈ മെൽറ്റിംഗ് റോംബിക് സൾഫർ ഇൻ എ ഡിഷ്. ഒരു ഡിഷ് എടുക്കുക, ഒരു ചൈന ഡിഷ് പോലെയുള്ള ഒരു ഡിഷ് എടുത്തിട്ട് അതിനകത്ത് നമ്മൾ എന്ത് ആഡ് ചെയ്യും? ഒരു യെല്ലോ കളേർഡ് ആയിട്ടുള്ള എന്ത് ആഡ് ചെയ്തിട്ടുണ്ട്? റോംബിക് സൾഫർ ആഡ് ചെയ്തിട്ടുണ്ട്. റോംബിക് സൾഫർ. ഓക്കെ, അതിനെ നമ്മൾ ഹീറ്റ് ചെയ്തിട്ട്, ഓൺ ഹീറ്റിംഗ് അതിനെന്ത് ചെയ്യും? മെൽറ്റ് ചെയ്യും. ഓക്കെ, ഇൻ എ ഡിഷ് ആൻഡ് കൂളിംഗ്. എന്നിട്ട് നമ്മൾ അതിനെ തണുപ്പിക്കും ടിൽ എ ക്രസ്റ്റ് ഈസ് ഫോംഡ്. എന്താ ക്രസ്റ്റ് ഫോം ചെയ്യുക എന്ന് പറയുന്നത്? ഇത് നമ്മളിങ്ങനെ മെൽറ്റ് ചെയ്യുമ്പോൾ ദോശയൊക്കെ ചുടുന്ന സമയത്ത് ഇങ്ങനെ പൊങ്ങി വരുന്നത് പോലെ ഇവിടെ എന്ത് ചെയ്യും? ഇതിങ്ങനെ പൊങ്ങി വരും, ഇങ്ങനെ ഒരു ക്രസ്റ്റ് ഫോം ചെയ്യും. ഓക്കെ, ഇതിങ്ങനെ ഇവിടെ മെൽറ്റ് ചെയ്തിട്ടുള്ളത് ഇങ്ങനെ പൊങ്ങി ഇങ്ങനെ വരും. ഓക്കെ, അപ്പോൾ ആ ക്രസ്റ്റ് ഫോം ചെയ്തതിന് ശേഷം ഇതിൽ 2 ഹോളുകളിടും. ഇവിടെ 2 ഹോൾസ് ഇടും. ആ 2 ഹോൾസ് ഇട്ടിട്ട് 2 holes are made in the crust and the remaining, എന്നിട്ട് തിരിച്ചു പിടിക്കും. ആദ്യം ഇതിങ്ങനെ പൊങ്ങി വന്ന് ഇങ്ങനെ ക്രസ്റ്റ് ഫോം ചെയ്തിട്ട്, ഒരു ക്രസ്റ്റ് പോലെ ഫോം ചെയ്തിട്ടുണ്ട്. അതിൽ 2 ഹോൾസ് ഇട്ടിട്ട് തിരിച്ചു പിടിക്കും. അപ്പോൾ അതിനകത്ത് കുറച്ച് മെൽറ്റഡ് ആയിട്ടുള്ള ലിക്വിഡ് ഉണ്ട്. ആ ലിക്വിഡ് ഇതിനകത്ത് കൂടി എന്ത് ചെയ്യും? പോഡാവും, അതായത് ഒഴുകിപ്പോവും. എന്ത് റിമൈനിങ് ലിക്വിഡ് ഇസ് പൗഡ് ഔട്ട്. നമ്മൾ അതിനെന്ത് ചെയ്യാണ്? ഒഴുക്കി കളയാണ്. ഓൺ റിമൂവിങ് ദ ക്രസ്റ്റ്. പിന്നെ ആ ക്രസ്റ്റ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് കളർലെസ് നീഡിൽ ഷേപ്ഡ് ക്രിസ്റ്റൽസ് ഓഫ് ബീറ്റ സൾഫർ ആർ ഫോംഡ്. അവിടെ ഓൾമോസ്റ്റ് കളർലെസ് ബട്ട് കുറച്ചൊരു യെല്ലോ കളർ ഉണ്ടാവും. നീഡിൽ ഷേപ്ഡ് ക്രിസ്റ്റൽസ് ഓഫ് ബീറ്റ സൾഫർ ആർ ഫോംഡ്. ഇറ്റ് ഈസ് സ്റ്റേബിൾ അബോവ് 369 കെൽവിൻ. 369 കെൽവിൻ്റെ മേലേക്ക് മാത്രമാണ് അത് സ്റ്റേബിൾ ആയിട്ടുള്ളത്. ആൻഡ് ട്രാൻസ്ഫോം ഇൻ ടു ആൽഫ സൾഫർ, ദാറ്റ് മീൻസ് റോംബിക് സൾഫർ ബിലോ ഇറ്റ്. 369 കെൽവിൻ്റെ താഴേക്ക് ടെമ്പറേച്ചർ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അത് എന്തുണ്ടാവും? ആൽഫ സൾഫർ ഉണ്ടാവും. എന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് ബീറ്റ സൾഫർ ഉണ്ട്, എന്ന് വെച്ചാൽ മോണോക്ലിനിക് സൾഫർ ഉണ്ട്. ആ മോണോക്ലിനിക് സൾഫറിനെ ഫോം ചെയ്യും എപ്പോൾ? എബോവ് 369 കെൽവിൻ. 369 കെൽവിൻ്റെ മേലേക്ക്. എന്നാൽ ബിലോ 369 കെൽവിൻ അതെന്തായിട്ട് മാറും? ദാറ്റ് വിൽ ഫോം ആൽഫ സൾഫർ. ഓക്കെ, അപ്പോൾ 369 കെൽവിൻ്റെ താഴേക്ക് സ്റ്റെബിലിറ്റി ഇല്ല. ഇറ്റ് ഈസ് സ്റ്റേബിൾ അബോവ് 369 കെൽവിൻ ആൻഡ് ട്രാൻസ്ഫോം ഇൻ ടു ആൽഫ സൾഫർ ബിലോ ഇറ്റ്. കോൺവേഴ്സ്ലി ആൽഫ സൾഫർ ഈസ് സ്റ്റേബിൾ ബിലോ 369. ആൽഫ സൾഫർ 369ൻ്റെ താഴെയാണ് സ്റ്റേബിൾ ആയിട്ടുള്ളത്. ആൻഡ് ട്രാൻസ്ഫോം ഇൻ ടു ബീറ്റ സൾഫർ അബോവ് ദിസ്. അതാണ് ഇവിടെ കാണിച്ചത്. അറ്റ് 369 കെൽവിൻ
369 മേലെ ബീറ്റ സൾഫർ, താഴെ ആൽഫ സൾഫർ. എന്നാൽ 369 കെൽവിനിൽ ബോത്ത് ഫോംസ് ആർ സ്റ്റേബിൾ, രണ്ട് ഫോമും സ്റ്റേബിൾ ആണ്. Okay, and this temperature is called transition temperature. And what is transition temperature for sulfur? Transition temperature is the temperature at which both alpha sulfur and beta sulfur are stable. Okay, both alpha sulfur, both forms are stable. ആ ടെമ്പറേച്ചർ ആണ്. ഇറ്റ് ഈസ് ഓൾസോ സൊല്യൂബിൾ ഇൻ കാർബൺ ഡൈസൾഫൈഡ്. ഇതും കാർബൺ ഡൈസൾഫൈഡിൽ. ആൻഡ് യു ക്യാൻ സീ ഇത് ഓൾമോസ്റ്റ് യെല്ലോ ആയിട്ടാണ് കാണുന്നത്, പക്ഷേ അത് കറക്റ്റ് നോക്കിക്കഴിഞ്ഞാൽ അതൊന്നായിട്ട് നിൽക്കുന്നതുകൊണ്ട് യെല്ലോ ആയിട്ടാണ്. ഓരോ ക്രിസ്റ്റൽസും കളർലെസ് ആണ്. അപ്പോൾ നമ്മളവിടെ പഠിക്കുമ്പോൾ ഇറ്റ് ഈസ് കളർലെസ് നീഡിൽ ഷേപ്ഡ് ക്രിസ്റ്റൽസ് എന്ന് പഠിച്ചാൽ മതി. ഓക്കെ, ആൻഡ് ഇവിടെ ബോത്ത് റോംബിക്, ഇതിൻ്റെ സ്ട്രക്ചർ എടുക്കുകയാണ്. നമ്മളിപ്പോൾ ക്രിസ്റ്റലിൻ്റെ പിക്ചറൊക്കെ കണ്ടു. ഇതിൻ്റെ സ്ട്രക്ചർ എടുക്കുകയാണെങ്കിൽ ബോത്ത് റോംബിക് ആൻഡ് മോണോക്ലിനിക് എന്ന് വെച്ചാൽ ബോത്ത് ആൽഫ ആൻഡ് ബീറ്റ സൾഫർ ഹാവ് S8 മോളിക്യൂൾ. അതിൻ്റെ ഫോമുല ഓക്സിജൻ O2 ആണ്, എന്നാൽ സൾഫർ S8 ആണ്. ആൻഡ് ദ മോളിക്യൂൾ ഹാസ് എ ക്രൗൺ ഷേപ്പ്. ഇതൊരു ക്രൗൺ പോലെയാണ്. ഇവിടെയാണ് തല വരേണ്ടത്, ക്രൗണിൻ്റെ. ഓക്കെ, സോ 1 2 3 4 5 6 7 8 ഇതാണ് കോമൺ ആയിട്ടുള്ള സൾഫർ മോളിക്യൂൾ. സൾഫർ ഹാസ് ദ ഫോമുല S8, ഒക്ട അറ്റോമിക് ആയിട്ടുള്ള ഒരു ക്രൗൺ. അപ്പോൾ S8 മോളിക്യൂളിൻ്റെ രണ്ട് റോംബിക് ആണെങ്കിലും മോണോക്ലിനിക് ആണെങ്കിലും അതിൻ്റെ ഫോമുല S8 ആണ്, അതിന് ക്രൗൺ ഷേപ്പുമാണ്. എന്നാൽ ചില സൾഫർ, അത് മോണോക്ലിനിക് ആവട്ടെ റോംബിക് ആവട്ടെ, വളരെ കുറച്ച് പെർസെൻറ്റേജ് S6 മോളിക്യൂൾസ് ഉണ്ട്. അതിനൊരു ചെയർ ഷേപ്പാണ്, ചെയർ ഷേപ്പ്. ഓക്കെ, ദിസ് ഈസ് എ ചെയർ, ദിസ് ഇസ് ലൈക്ക് എ ചെയർ. അപ്പോൾ S6 മോളിക്യൂൾ ഈസ് ഓൾസോ പോസിബിൾ. ഓക്കെ, പിന്നെ പോസിബിൾ ആയിട്ടുള്ള ഒരു ഫോം എന്ന് പറയുന്നത് S2 ആണ്. S2 ഡയറ്റ് O2 പോലെ S2. അത് അറ്റ് ഇലവേറ്റഡ് ടെമ്പറേച്ചർ എന്ന് വെച്ചാൽ വെരി ഹൈ ടെമ്പറേച്ചർ, അബൌട്ട് 1000 കെൽവിൻ. 1000 കെൽവിൻ എത്രത്തോളം വലിയ ടെമ്പറേച്ചർ ആണെന്ന് ഓർക്കുക. 1000 കെൽവിൻ്റെ മേലേക്ക് അല്ലെങ്കിൽ 1000 കെൽവിനിൽ S2 ആണ്. S6 ഇല്ല, S8 ഇല്ല, S2 ആണ് ഡൊമിനൻറ്റ്. O2 പോലെ തന്നെ അത് പാരാമാഗ്നറ്റിക് ആണ്. O2 പാരാമാഗ്നറ്റിക് ആണ്, നമ്മൾ കെമിക്കൽ ബോണ്ടിങ്ങിൽ പഠിക്കുന്നുണ്ട്. ഇത് പാരാമാഗ്നറ്റിക് ലൈക്ക് O2. ഓക്കെ, ആൻഡ് വിച്ച് ഫോം ഓഫ് സൾഫർ ഷോസ് പാരാമാഗ്നറ്റിക് ബിഹേവിയർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇൻ ടെക്സ്റ്റ് എക്സാമ്പിൾ ആണ്. സോ ഇൻ വേപ്പർ സ്റ്റേറ്റ്, അതായത് ഇലവേറ്റഡ് ടെമ്പറേച്ചറിൽ S2 മോളിക്യൂൾ. അപ്പോൾ അതിൻ്റെ ആൻസർ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ഡീറ്റെയിൽഡ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. വിച്ച് ഫോം എന്നേ ചോദിച്ചിട്ടുള്ളൂ, ആൻഡ് ദാറ്റ് ഈസ് S2 ഫോം. ആൻസർ ഒറ്റ വാക്കാണ്, S2 ഫോം. ഓക്കെ, ആൻഡ് ദാറ്റ് ഈസ് സ്റ്റേബിൾ അറ്റ് ഇലവേറ്റഡ് ടെമ്പറേച്ചർ. അതിനാണ് പാരാമാഗ്നറ്റിക് ബിഹേവിയർ ഉള്ളത്. അപ്പോൾ പാരാമാഗ്നറ്റിക് ബിഹേവിയർ ഉള്ളത് S2 ആണ്, S8 S6 അല്ല എന്ന് മനസ്സിലാക്കി വെക്കുക. ആൻഡ് നെക്സ്റ്റ് സൾഫറിൻ്റെ നെക്സ്റ്റ് കോമ്പൗണ്ട് ആണ് സൾഫർ ഡയോക്സൈഡ്. നേരത്തെ O3 പറഞ്ഞതുപോലെ O ഡബിൾ ബോണ്ട് O സിംഗിൾ ബോണ്ട് O ആണ്, ബെൻഡ് ഷേപ്പായിരുന്നു. ഓക്സിജൻ്റെ അതേ ഫാമിലിയാണ് സൾഫർ. ഈ ഓക്സിജന് പകരം അവിടെ സൾഫർ വന്നാൽ ദാറ്റ് ഈസ് SO2 നേരത്തെ പോലെ തന്നെ 1 2 3 4 5 ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്. O3 ഇവിടെ ഓക്സിജൻ ആണെന്നേ ഉള്ളൂ. അപ്പോൾ ഇതിനും ബെൻഡ് ഷേപ്പാണ്, ആംഗുലാർ ഷേപ്പാണ്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് V ഷേപ്പ്. ഓക്കെ, V ഷേപ്പ്. അതിൻ്റെ പ്രിപ്പറേഷൻ, സൾഫറിനെ ബേൺ ചെയ്താൽ സൾഫർ ഡയോക്സൈഡ് കിട്ടും ബൈ ബേണിംഗ് സൾഫർ ഇൻ എയർ ഓർ ഓക്സിജൻ. എയറിൽ ഓക്സിജൻ ഉണ്ട്, അപ്പോൾ സൾഫർ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് SO2 ഫോം ചെയ്യുന്നു. ദാറ്റ് ഇസ് എ ജനറൽ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ. ഇൻ ദ ലബോറട്ടറി ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ട്രീറ്റിംഗ് സൾഫൈറ്റ് വിത്ത് ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ്. എന്താ ഈ സൾഫൈറ്റ്? Na2SO4 സൾഫേറ്റ് ആണ്, SO3. ആൻഡ് പിന്നെ അവിടെ എന്താ ഉള്ളത്, പ്ലസ് H2SO4. ഓക്കെ, അതിൽ നിന്നും എന്തുണ്ടാവുന്നു, സൾഫർ ഡയോക്സൈഡ് ഉണ്ടാവുന്നു, പ്ലസ് H2O ഉണ്ടാവുന്നു. ഞാൻ ബാലൻസ് ചെയ്തിട്ടില്ല. ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെയുള്ള സ്പെക്ടേറ്റർ അയോൺസിനെ ഒഴിവാക്കുകയാണ്. സ്പെക്ടേറ്റർ അവർക്ക് മാറ്റമില്ല, ഇവിടെ SO4 ഒഴിവാക്കി. ഓക്കെ, അവിടെ ശരിക്കും ഫോം ചെയ്യുന്നത് നേരത്തെ ഉണ്ടായിരുന്നത് Na2SO3 H2SO4 ആണ്. അതിൽ നിന്ന് SO2 പ്ലസ് H2O ഫോം ചെയ്തിട്ടുണ്ട്. അതിനോടൊപ്പം Na2SO4 ഫോം ചെയ്തിട്ടുണ്ട്. ഇവിടെയുള്ള Na അവിടെയുണ്ട്, ഇവിടെയുള്ള SO4 അവിടെയുണ്ട്. അതുകൊണ്ട് അവരെ നമ്മൾ ഒഴിവാക്കിയിട്ടാണ് ഇത് എഴുതിയിരിക്കുന്നത്. SO3 2- plus 2H plus gives H2O plus SO2. ഓക്കെ, ഇതും സെയിം ആണ്. ഇത് അയോണിക് ഇക്വേഷൻ, ഇത് കംപ്ലീറ്റ് മോളിക്കുലർ ഇക്വേഷൻ. സോ laboratory preparation by treating sulphite Na2SO3 like sulphite ഏതെങ്കിലും ഒരു സാൾട്ട് എടുത്തിട്ട് that is with dilute sulfuric acid. Industrially it is prepared as a byproduct in the roasting of sulfidose. നമ്മൾ മെറ്റലർജിയിൽ പഠിച്ചിട്ടുണ്ട് റോസ്റ്റിംഗ് is conversion of a sulfide into oxide in the presence of oxygen. In the absence of oxygen ആയിരുന്നെങ്കിൽ that is called calcination. അപ്പോൾ 2ZnS plus 3O2 gives 2ZnO plus 2SO2. നമ്മൾ ഒരുപാട് സൾഫൈഡിൻ്റെ റോസ്റ്റിംഗ് പഠിച്ചിട്ടുണ്ട്. Cu2S. ഓക്കെ, 2Cu2S plus 3O2 gives 2Cu2O plus 2SO2.
ഓക്കെ, അവിടെയൊക്കെ SO2 എന്താകുന്നുണ്ട്, ബൈ പ്രൊഡക്റ്റ് ആയിട്ട് ഫോം ചെയ്യുന്നുണ്ട്. അതാണ് ഇൻഡസ്ട്രിയൽ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ. ഇൻഡസ്ട്രിയിൽ അവരെ പ്രിപ്പയർ ചെയ്യുന്നത് നമ്മൾ റോസ്റ്റിംഗ് നടത്തുന്ന സമയത്ത് ബൈ പ്രൊഡക്റ്റ് ആയിട്ടാണ്. ഓക്കെ. And next property, sulfur dioxide is a colorless gas with a pungent smell. Pungent എന്ന് വെച്ചാൽ അതിരൂക്ഷമായ സ്മെല്ലാണ്. It is highly soluble in water. It is highly soluble in water. വാട്ടറിൽ soluble ആയി കഴിഞ്ഞാൽ that is giving sulfurous acid. അതുകൊണ്ട് അതൊരു acidic oxide ആണ്. It is highly soluble in water. When passed through water, it forms a solution of sulfurous acid. It forms sulfurous acid with water. Okay, അത്രേ ഉള്ളൂ. It reacts readily. അതുകൊണ്ട് തന്നെ ഇവൻ എന്താണ്, acidic ആയിട്ടുള്ള ഓക്സൈഡ് ആണ്. അപ്പോൾ അവർ ബേസുമായിട്ട് റിയാക്ട് ചെയ്യും. ഇപ്പോൾ നമ്മൾ NaOH ആഡ് ചെയ്ത് കഴിഞ്ഞാൽ SO2 NaOH അസിഡിക് സ്വഭാവം ഉള്ളതുകൊണ്ട് ബേസുമായിട്ട് റിയാക്ട് ചെയ്യും. എന്നിട്ട് സാൾട്ട് ഉണ്ടാക്കും. Na2SO3യും H2ഉം, സാൾട്ട് ആൻഡ് വാട്ടർ ഈസ് ഫോംഡ്. ഓക്കെ, ആ Na2SO3യിലേക്ക് നമ്മൾ വീണ്ടും സൾഫർ ഡയോക്സൈഡ് ആഡ് ചെയ്താൽ വിത്ത് വാട്ടർ, അക്വ സൊല്യൂഷൻ ഓഫ് സൾഫർ ഡയോക്സൈഡ് ആഡ് ചെയ്താൽ ദാറ്റ് ഫോംസ് സോഡിയം ഹൈഡ്രജൻ സൾഫൈറ്റ് NaHSO3. ഓക്കെ, അതായത് എക്സസ് സൾഫർ ഡയോക്സൈഡ് സോഡിയം ബൈസൾഫൈറ്റ് അല്ലെങ്കിൽ സോഡിയം ഹൈഡ്രജൻ സൾഫൈറ്റ്. സോഡിയം ബൈസൾഫൈറ്റ് എന്ന് പറയും, സോഡിയം ഹൈഡ്രജൻ സൾഫൈറ്റ് ഹൈഡ്രജൻ സൾഫൈറ്റും ഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇറ്റ് റിയാക്ട്സ് റെഡിലി വിത്ത് സോഡിയം ഹൈഡ്രോക്സൈഡ് സൊല്യൂഷൻ ഫോമിംഗ് സോഡിയം സൾഫൈറ്റ് Na2SO3 which then reacts with more sulfur dioxide in aqueous solution to form sodium hydrogen sulfite or sodium bisulfite. അത് അതിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. പ്രോപ്പർട്ടീസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ, ഫിസിക്കൽ പ്രോപ്പർട്ടീസ് കളർലെസ് ഗ്യാസ് വിത്ത് പഞ്ചന്റ് സ്മെൽ, soluble in water, and it shows acidic character. ആസിഡിക് ക്യാരക്ടർ കാണിക്കുന്നതിനുള്ള എക്സാമ്പിൾ ആണത്. ഓക്കെ, കാരണം aqueous solution അവർ സൾഫ്യൂറസ് ആസിഡ് തരുന്നു. അപ്പോൾ ഇത്രയും പ്രോപ്പർട്ടീസ് ഓർത്ത് വയ്ക്കുക. ആൻഡ് നെക്സ്റ്റ് വേറെയും പ്രോപ്പർട്ടി ഉണ്ട്. വെൻ മോയിസ്റ്റ് സൾഫർ ഡയോക്സൈഡ് ബിഹേവ് ആസ് റെഡ്യൂസിങ് ഏജന്റ്. സൾഫർ ഡയോക്സൈഡ് ഒരു റെഡ്യൂസിങ് ഏജന്റ് ആണ്. കാരണം SO2 എന്തായിട്ട് മാറും, അസിഡിക് മീഡിയത്തിൽ SO4 ആയിട്ട് മാറും. SO2 ഈസ് ബിക്കമിങ് SO4 അപ്പോൾ അതിനെ വേണമെങ്കിൽ നമുക്ക് ബാലൻസ് ചെയ്യാം. SO2 SO4 ആവുക എന്ന് വെച്ചാൽ അത് അതിൻ്റെ ഓക്സിഡേഷൻ ആണ്. കാരണം ഇവിടെ ഓക്സിജൻ കമ്പൈൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഓക്സിജൻ കൂടിയിട്ടുണ്ട്. അപ്പോൾ അവരെന്ത് ചെയ്യും, മറ്റുള്ള ആളുകളെ റെഡ്യൂസ് ചെയ്യും. ഇവർക്ക് ഓക്സിഡേഷൻ ആകുമ്പോൾ ഇവർ റെഡ്യൂസിങ് ഏജൻ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ Fe3+ എടുത്താൽ അത് Fe2+ ആവും. റെഡ്യൂസിങ് ഏജൻ്റ് ആയതുകൊണ്ട് റിഡക്ഷൻ നടക്കണം. ഇനി ഇതിനെ ബാലൻസ് ചെയ്താൽ മതി. ആ ബാലൻസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുക 2Fe3+ SO2 2H2 gives 2Fe2+ SO4 4H+. നമ്മളിതിനെ ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അസിഡിക് മീഡിയ ആയതുകൊണ്ട് എളുപ്പമാണ്. You can add 2H2O and here you can add 4H+. ഓക്കെ, ഇവിടെ 4+ഉം 2- അപ്പോൾ ഇവിടെ 2+ ഉണ്ട്. അതുകൊണ്ട് ഇവിടെ ഞാൻ എന്ത് ചെയ്യും, 2 ഇലക്ട്രോൺ ആഡ് ചെയ്യും. Fe3+ gives Fe2+ 1 ഇലക്ട്രോൺ. ഓക്കെ, സോറി, അവിടെ അല്ല 1 ഇലക്ട്രോൺ. ദാറ്റ് ഷുഡ് ബി ഇൻ ദിസ് സൈഡ്, ദാറ്റ് ഈസ് 1 ഇലക്ട്രോൺ. ഓക്കെ, അപ്പോൾ ഇവിടെ 3+ഉം 1 ഇലക്ട്രോണും 2+. അപ്പോൾ ഇവിടെ 2 ഇലക്ട്രോൺ ആവാൻ വേണ്ടിയിട്ട് ഇവിടെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. 2Fe2+ 2 ഇലക്ട്രോൺ ഗീവ്സ് 2 Fe3+ 2 ഇലക്ട്രോൺ ഗീവ്സ് 2Fe2+. 2Fe3+ 2Fe2+ ആവും. അപ്പോൾ ഇതിനെ നമ്മൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ Fe3+ ഇവിടെ ഉണ്ട് 2, പിന്നെ SO2 ഇവിടെ ഉണ്ട്, 2 H2 ഇവിടെ ഉണ്ട്, പിന്നെ 2Fe2+ ഇവിടെ ഉണ്ട്, പിന്നെ ഇവിടെ SO4 ഇവിടെ ഉണ്ട്, 4 H+ ഉണ്ട്, 2 ഇലക്ട്രോൺ എന്ത് ചെയ്തു, കട്ട് ചെയ്തു പോയി. ബാലൻസിങ് നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഡീക്ലറൈസസ് അസിഡിഫൈഡ് പൊട്ടാഷ്യം പെർമാംഗനേറ്റ് സൊല്യൂഷൻ. അസിഡിഫൈഡ് പൊട്ടാഷ്യം പെർമാംഗനേറ്റിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അവിടെ കൊടുത്തത് 7. മാംഗനീസിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. അവിടെ മാംഗനീസിന് വരെന്താ ചെയ്യുന്നത്, MnO4- എന്തായിട്ട് മാറും, ദാറ്റ് ബിക്കമിങ് Mn2+. ഓക്കെ, അതേപോലെ SO2 എന്തായിട്ട് മാറും, SO4 ആൻഡ് ദ റെസ്റ്റ് ഈസ് ബാലൻസിങ് മാത്രമാണ്. നമ്മൾ എത്രയോ ചെയ്തതാണ് D&Fൽ. ഓക്കെ, അതുകൊണ്ട് തന്നെ ഇവിടെ പൊട്ടാഷ്യം പെർമാംഗനേറ്റിൻ്റെ ഒരു പിങ്ക് കളർ അല്ലെ പർപ്പിൾ കളർ അവിടെ എന്ത് ചെയ്യുന്നു, ഡീകളറൈസ് ചെയ്യുന്നു. അപ്പോൾ ഡീകളറൈസ് ചെയ്യുമ്പോൾ ദാറ്റ് ഈസ് എ ടെസ്റ്റ് ഫോർ SO2. ദിസ് ഇസ് എ ടെസ്റ്റ് ഫോർ SO2. ഓക്കെ, നോട്ട് ദ പോയിന്റ്. വല്ലാണ്ട് ചോദിക്കുന്നതല്ല, ചോദിച്ചാൽ എഴുതണം ടെസ്റ്റ് ഫോർ SO2. SO2 എങ്ങനെ ടെസ്റ്റ് ചെയ്യുക, ബൈ ട്രീറ്റിംഗ് വിത്ത് പൊട്ടാഷ്യം പെർമാംഗനേറ്റ്. ദ ഡീകളറൈസേഷൻ അല്ലെങ്കിൽ ദ ഡീകളറൈസേഷൻ ഓഫ് പൊട്ടാഷ്യം പെർമാംഗനേറ്റ് ഇൻഡിക്കേറ്റ്സ് the presence of SO2. Okay, decolorizes acidified KMnO4. So that is a reaction. This reaction is a convenient test for SO2 gas. അപ്പോൾ അവിടെ റിയാക്ഷൻ കൊടുത്തിട്ടുണ്ട്. ബാക്കി ബാലൻസിങ് ആണ്, നിങ്ങൾ ചെയ്ത് നോക്കുക. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് ഈസ് യൂസസ്. സൾഫർ ഡയോക്സൈഡ് ഈസ് യൂസ്ഡ് ഇൻ റിഫൈനിങ് പെട്രോളിയം ആൻഡ് ഷുഗർ. പെട്രോളിയത്തിനെയും ഷുഗറിനെയും പ്യൂരിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു. ബ്ലീച്ചിങ് വൂൾ ആൻഡ് സിൽക്ക്. വൂളിനെയും സിൽക്കിനെയും ഡീകളറൈസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നു ആസ് എൻ ആൻറ്റിക്ലോർ. ആൻറ്റിക്ലോർ മീൻസ് റിമൂവൽ ഓഫ് ക്ലോറിൻ. ഓക്കെ, വാട്ടറിൽ നിന്ന് ക്ലോറിനെ റിമൂവ് ചെയ്യാൻ ഡിസിൻഫെക്റ്റൻ്റ് ആയിട്ട്.
ആൻഡ് പ്രിസർവേറ്റീവായിട്ട്, പ്രിസർവേറ്റീവ് എന്ന് വെച്ചാൽ നമ്മൾ ഫുഡൊക്കെ സ്പോയിലേജ് തടയാൻ വേണ്ടിയിട്ട് നമ്മൾ ഡ്രൈ ഫ്രൂട്ട്സിലൊക്കെ നമ്മൾ കെമിസ്ട്രി എവറിഡേ ലൈഫിൽ പഠിക്കുന്നുണ്ട്. ഡ്രൈ ഫ്രൂട്ട്സിൽ അതേപോലെ സ്ക്വാഷ്, ജാമ് പോലെയുള്ള പിന്നെ ഫുഡ് ഐറ്റംസിലൊക്കെ SO2 എന്ത് ചെയ്യുന്നുണ്ട്, പ്രിസർവേറ്റീവായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. സൾഫ്യൂരിക് ആസിഡ് സോഡിയം ഹൈഡ്രജൻ സൾഫേറ്റ്. സോഡിയം ഹൈഡ്രജൻ സൾഫേറ്റ് എന്ന് വെച്ചാൽ NaHSO3 ആണ്. ഓക്കെ, അതേപോലെ സോഡിയം സൾഫൈറ്റ് Na2SO3 ആൻഡ് കാൽഷ്യം ഹൈഡ്രജൻ സൾഫൈറ്റ്. ഇതെല്ലാം ഇൻഡസ്ട്രിയൽ കെമിക്കൽസ് ആണ്. ഇതിനെല്ലാം മാനുഫാക്ചർ ചെയ്യാൻ സൾഫർ ഡയോക്സൈഡ് യൂസ് ചെയ്യാം. ദേ ആർ മാനുഫാക്ചർ ഫ്രം സൾഫർ ഡയോക്സൈഡ്. സൾഫ്യൂരിക് ആസിഡ്, സോഡിയം ബൈസൾഫേറ്റ്, സോഡിയം സൾഫേറ്റ്, കാൽഷ്യം ഹൈഡ്രജൻ സൾഫേറ്റ്, ഇതെല്ലാം മാനുഫാക്ചർ ചെയ്യാൻ വേണ്ടിയിട്ട് SO2 യൂസ് ചെയ്യുന്നുണ്ട്. ലിക്വിഡ് SO2 ഈസ് യൂസ്ഡ് ആസ് എ സോൾവെന്റ് ടു ഡിസോൾവ് നമ്പർ ഓഫ് ഓർഗാനിക് ആൻഡ് ഇൻഓർഗാനിക് കെമിക്കൽ. ലിക്വിഡ് SO2 ഈസ് യൂസ്ഡ് ആസ് എ സോൾവെന്റ്. അത്രയും മതി. ഓക്കെ, 2, 3, 4 മാക്സിമം വേണ്ടി വരിക എന്ത് യൂസസ്. മിക്കവാറും 2 യൂസസ് ഒക്കെ വരുള്ളൂ, അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻസ് വരുള്ളൂ. വാട്ട് ഹാപ്പൻസ് വെൻ സൾഫർ ഡയോക്സൈഡ് ഇസ് പാസ്ഡ് ത്രൂ ആൻ അക്വ സൊല്യൂഷൻ ഓഫ് Fe3+ സാൾട്ട്? Fe3 salt എന്ന് വെച്ചാൽ Fe3+ ആണ്. Fe3+ will reduced to Fe2+. Fe3+ ആയിട്ട് മാറും. അതിനോടൊപ്പം തന്നെ സൾഫർ ഡയോക്സൈഡ് എന്തായിട്ട് മാറും? SO4 ആയിട്ട് മാറും. ഓക്കെ, സോ ഇവിടെ നമ്മൾ എഴുതേണ്ടത് when sulfur dioxide is passed through Fe3+, it get reduced to Fe2+. Okay, comment on the nature of 2 SO bonds formed in SO2 molecule. Are the 2 SO bonds in this molecule are equal? 2 SO ബോണ്ടിനെ പറ്റിയാണ് ചോദിച്ചത്. നമുക്ക് O3-കകത്താണെങ്കിലും അതേപോലെ തന്നെ SO2-നകത്താണെങ്കിലും 2 ടൈപ്പ്, അതായത് SO2 എന്താണ്? S ഡബിൾ ബോണ്ട് O സിംഗിൾ ബോണ്ട് O ആണ്. അതിനൊരു റെസൊണൻസ് സ്ട്രക്ചർ ഉണ്ട്, ദാറ്റ് ഈസ് S സിംഗിൾ ബോണ്ട് O ഡബിൾ ബോണ്ട് O. ഇത് ഫസ്റ്റ് സ്ട്രക്ചർ, ഇത് സെക്കൻഡ് സ്ട്രക്ചർ. Okay, comment on the nature of 2 SO bonds formed in the S8 molecule. Are the 2 SO bonds are equal എന്ന് ചോദിച്ചാൽ ഈ സ്ട്രക്ചർ വെച്ച് പറഞ്ഞാൽ നമ്മൾ ഈക്വൽ അല്ല എന്ന് പറയും. പക്ഷേ ആക്ച്വൽ മോളിക്യൂൾ എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഇക്വാലന്റ് ടു, 3 ലൈൻ ഇട്ടിട്ട് ഇക്വാലന്റ് ടു എന്താണ്? അതിൻ്റെ ഹൈബ്രിഡ് ആണ്. എസ് ഇവിടെ ഓക്സിജൻ ആൻഡ് ദേ ഹാവിങ് പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ. ആക്ച്വൽ മോളിക്യൂൾ എടുത്തപ്പം ഡബിൾ ബോണ്ടിനും സിംഗിൾ ബോണ്ടിനും വേറെ ലെങ്ത് ആണ്. പക്ഷേ SO2-ലെ 2 ബോണ്ടുകളും ഒരേ ലെങ്ത് ആണ്. എന്ന് വെച്ചാൽ ഇതുമല്ല ഇതിൻ്റെ സ്ട്രക്ചർ, ഇതുമല്ല, ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി ഹൈബ്രിഡ് ആണ്, റെസൊണൻസ് ഹൈബ്രിഡ്. ഓക്കെ, ദിസ് ഈസ് ദ തേർഡ് സ്ട്രക്ചർ, റെസൊണൻസ് ഹൈബ്രിഡ് ആണ്. അപ്പം നമ്മളുടെ ആൻസർ എഴുതുമ്പോൾ ഇത് എഴുതിയിട്ട് റെസൊണൻസ് ഹൈബ്രിഡ് എഴുതുക. ഓക്കെ, അത് +1 എന്നുള്ള കെമിക്കൽ ബോണ്ടിങ് എന്നുള്ളതാണ്. ആർ ദ 2 SO bonds ആർ ഈക്വൽ എന്ന് ചോദിച്ചാൽ the 2 SO bonds are equal because the 2 SO bonds are equal, both have partial double bond character. Okay, ഇവിടെ ആൻസർ 2 SO bonds are equal. Okay, first point, both have, ഇത്രേ അവിടെ ഉള്ളൂ, both have partial double bond character. പാർഷ്യൽ ഡബിൾ ബോണ്ട് ക്യാരക്ടർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്, ഒരു ഇൻടെക്സ്റ്റ് ക്വസ്റ്റ്യനാണ്. ഹൗ ഈസ് ദ പ്രസൻസ് ഓഫ് SO2 ഡിറ്റക്റ്റഡ്? SO2-ൻ്റെ പ്രസൻസ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെ നമ്മൾ എന്ത് ചെയ്യുക? KMnO4-ഉമായിട്ട്, അസിഡിക് KMnO4-ഉമായിട്ട് ട്രീറ്റ് ചെയ്യുക. അപ്പോൾ അവിടെ ഡീകളറൈസേഷൻ ഓഫ് പൊട്ടാഷ്യം പെർമാംഗനേറ്റ്, ദ പർപ്പിൾ കളർ ഈസ് ഡിസപ്പിയേർഡ്, ദാറ്റ് ഇൻഡിക്കേറ്റ്സ് ദ പ്രസൻസ് ഓഫ് SO2. അപ്പോൾ ആ റിയാക്ഷൻ അവിടെ ബാലൻസിങ് വഴി എഴുതിയാൽ ഇറ്റ്സ് പെർഫെക്റ്റ്. വേർഡ്സിൽ എഴുതിയാൽ തന്നെ മാർക്ക് കിട്ടും. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് ഈസ് ഓക്സോആസിഡ്സ് ഓഫ് സൾഫർ. ഒരൊറ്റ ഓക്സോ ആസിഡാണ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുള്ളത്. സൾഫ്യൂരിക് ആസിഡാണ്, അത് ഫോക്കസ് ഏരിയ ആണ്. നമ്മൾ അതിൻ്റെ പ്രിപ്പറേഷനും പ്രോപ്പർട്ടീസും കോൺടാക്ട് പ്രോസസ്സും അതേപോലെ അതിൻ്റെ ഓക്സിഡൈസിങ് ആക്ഷനും ഡീഹൈഡ്രേറ്റിംഗ് ആക്ഷനും ഒക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഞാൻ ഓക്സോ ആസിഡിൻ്റെ സ്ട്രക്ചർ മാത്രമാണ് ഞാൻ പറയാൻ പോകുന്നത്. സൾഫർ ഓക്സോ ആസിഡ്സ് ഓഫ് സൾഫർ. ഫസ്റ്റ് വൺ സൾഫ്യൂറസ് ആസിഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സൾഫ്യൂറസ് ആസിഡ് നമ്മൾ ഓക്സോ ആസിഡുകൾ എഴുതുമ്പോൾ ആദ്യം സെൻട്രൽ ആറ്റം എഴുതാം, സെൻട്രൽ ആറ്റം. ഓക്കെ, പിന്നെ അവിടെ എന്തുണ്ട്? ഈ സ്ട്രക്ചർ ഇങ്ങനെ സ്ട്രക്ചറായിട്ട് കൊടുക്കണമെന്നൊരു നിർബന്ധമില്ല. എന്നിട്ട് നമ്മൾ ഒരു OH കൊടുക്കുക, OH. ഓക്കെ, പിന്നെ അവിടെ ഒരു ഡബിൾ ബോണ്ട് O കൊടുക്കുക. H2SO3 ആണ്. അപ്പോൾ ഇനിയും ഹൈഡ്രജനും ഓക്സിജനും ഉണ്ടെങ്കിൽ അവിടെ OH തന്നെ കൊടുക്കുക. അതോടുകൂടി കഴിഞ്ഞു. ഇതാണ് H2SO3. ഓക്കെ, അപ്പോൾ സൾഫർ ഇവിടെ എത്ര ഇലക്ട്രോൺ യൂസ് ചെയ്തിട്ടുണ്ട്? സൾഫർ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത് 1, 2, 3, 4 എണ്ണത്തിനെയാണ്. സൾഫറിന് 6 വാലൻസ് ഇലക്ട്രോൺ ഉണ്ട്, അതുകൊണ്ട് അവിടെ ഒരു ലോൺ പെയർ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഷേപ്പ് പറയുകയാണെങ്കിൽ, ഷേപ്പൊന്നും ചോദിക്കൂല. ഇവിടെ ഒരു SOH ഉണ്ട്, ഒരു അനദർ OH ഉണ്ട്, ഒരു ഡബിൾ ബോണ്ട് O ഉണ്ട്, പിന്നെ അവിടെ ഒരു ലോൺ പെയറും ഉണ്ട്. പിരമിഡൽ ഷേപ്പാണ്. ഷേപ്പ് ചോദിക്കാറില്ല, പിരമിഡൽ ഷേപ്പാണ്. ഓക്കെ, അപ്പോൾ ഇത് എഴുതിയാൽ ഇങ്ങനെ എഴുതിയാലും മതി.
ഓക്കെ. ആൻഡ് അടുത്തത് H2SO4 ആണ്. H2SO4നെ പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അതെന്താണ്? ഫോക്കസ് ഏരിയ ആണ്. ഓക്കെ. H2SO4 എഴുതുമ്പോൾ എങ്ങനെ എഴുതും? H2SO4 സൾഫർ ഉണ്ട്, അതിലേക്കൊരു OH എഴുതുക, അതിലേക്കൊരു ഡബിൾ ബോണ്ട് O എഴുതുക, പിന്നെയും ഓക്സിജനും ഹൈഡ്രജനുള്ളതുകൊണ്ട് OH എഴുതി, പിന്നെ ഓക്സിജൻ ബാക്കിയുള്ളതുകൊണ്ട് ഡബിൾ ബോണ്ട് O എഴുതി. VSEPR തിയറി പ്രകാരം ഡബിൾ ബോണ്ടിനെ നമ്മൾ സിംഗിൾ ബോണ്ടിനെ ട്രീറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ എഴുതിയാൽ മതി. അപ്പോൾ ട്രീറ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ 1, 2, 3, 4 ഡബിൾ ബോണ്ടിന് 2 എണ്ണണ്ട, 2 ഇലക്ട്രോൺ എന്നല്ല, ഒരൊറ്റ ബോണ്ട് പെയർ ആയിട്ട് എണ്ണിയാൽ മതി. സൂപ്പർ പെയർ എന്നാ പറയാം. 1, 2, 3, 4. അപ്പോൾ ഇത് ടെട്രാഹൈഡ്രലാണ്. ഇവിടെ നോക്കി ടെട്രാഹൈഡ്രൽ ഷേപ്പാണ്. ഷേപ്പ് ചോദിക്കാറില്ല, ജസ്റ്റ് സ്ട്രക്ചർ എഴുതിയാൽ. ഇവിടെ ഇപ്പോൾ H2SO3 എഴുതിയപ്പോൾ എങ്ങനെയായിരുന്നു? എസ് ആദ്യം OH എഴുതി, പിന്നെ ഡബിൾ ബോണ്ട് O എഴുതി, പിന്നെ ഇവിടെ OH എഴുതി. അപ്പോൾ ഇവിടെ ആസിഡിക് പ്രോട്ടോൺ, ഓക്സോ ആസിഡിൻ്റെ ഒരു ഡെഫിനേഷൻ അനുസരിച്ച് ആസിഡിക് പ്രോട്ടോൺ ഷുഡ് ബി ഓൺ ആൻ OH ഗ്രൂപ്പ്. അസിഡിറ്റിക്ക് കാരണമായിട്ടുള്ള H+OH മേലെയാണ്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ബേസിസിറ്റി എന്നാ പറയാം. ആസിഡിൻ്റെ ബേസിസിറ്റി, അതായത് ബേസുമായിട്ട് റിയാക്ട് ചെയ്യുന്ന H+ൻ്റെ എണ്ണം, ദാറ്റ് ഈസ് 2. ഓക്കെ. അപ്പോൾ നമ്മൾ പറയും ഇറ്റ് ഈസ് എ ഡൈബേസിക് ആസിഡ്. ഡൈബേസിക് ആസിഡ് ആണ്. അപ്പോൾ H2SO4 ഈസ് എ ഡൈബേസിക് ആസിഡ്. ഓക്കെ. അപ്പോൾ നമുക്ക് അല്ലെങ്കിൽ അതിനെ ഡൈപ്രോട്ടിക് ആസിഡ് എന്ന് പറയും. 2 പ്രോട്ടോൺ ഉള്ളത് ഡൈപ്രോട്ടിക് ആസിഡ്. ഇപ്പോൾ ബേസിസിറ്റി 2 ആണ്, ഡൈബേസിക് ആസിഡ് ആണ്. അപ്പോൾ H2SO3 എന്താ? ദാറ്റ് ഓൾസോ ഡൈബേസിക് ആസിഡ്. ബേസിസിറ്റി 2 തന്നെയാണ്, 2 OH ഉണ്ട്. ഓക്കെ. ഇനി നമ്മൾ അടുത്തത് H2SO3 എഴുതി, H2SO4 എഴുതി. ഇനി അടുത്തത് ഒലിയം എന്ന് പറയുന്ന H2S2O7. ഓക്കെ. ദാറ്റ് ഈസ് കോൾഡ് ഒലിയം. ഒലിയം. അതിന് മറ്റൊരു പേര് കൂടിയുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് പൈറോ ഡൈസൾഫ്യൂരിക് ആസിഡ് ഓർ പൈറോ സൾഫ്യൂരിക് ആസിഡ്. 2 രീതിയിലും പറയും. പൈറോ സൾഫ്യൂരിക് ആസിഡ് അല്ലെങ്കിൽ പൈറോ ഡൈസൾഫ്യൂരിക് ആസിഡ് എന്നും പറയും. ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത് പൈറോ സൾഫ്യൂരിക് ആസിഡ് ആണ്. നമ്മൾ എന്ത് ചെയ്യുക? 2 H2SO4 എടുക്കുക. എസ് ഒരു OH എഴുതി, ഒരു ഡബിൾ ബോണ്ട് O എഴുതി, പിന്നെ എന്താ ഉള്ളത്? ഒരു OH എഴുതി. ഓക്കെ. പിന്നെ ഒരു ഡബിൾ ബോണ്ട് O എഴുതി. കാരണം നമ്മൾ ആദ്യം OH എഴുതി, ഡബിൾ ബോണ്ട് O എഴുതി. അതിനാണ് ഓക്സോ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഓക്സോ ഗ്രൂപ്പുള്ള ആസിഡാണ് ഓക്സോ ആസിഡ്. പിന്നെ ഓക്സിജനും ഹൈഡ്രജനും ഉള്ളതുകൊണ്ട് OH കൊടുത്തു, പിന്നെ ഒരു ഓക്സിജൻ ബാക്കിയായതുകൊണ്ട് ഡബിൾ ബോണ്ട് O കൊടുത്തു. അതേപോലെ തന്നെ ആദ്യം ഞാനൊരു OH എഴുതി. ഓക്കെ. പിന്നെ ഡബിൾ ബോണ്ട് O എഴുതിയതിനു ശേഷം ഓക്സിജനും ഹൈഡ്രജനും ഉള്ളതുകൊണ്ട് OH എഴുതി, പിന്നെ അവിടെ ഒരു ഡബിൾ ബോണ്ട് Oയും കൊടുത്തു. ഓക്കെ. ഇതിനെ നമ്മൾ എന്ത് ചെയ്യുക? ഹീറ്റ് ചെയ്യാം. ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിന്നും ഒരു വാട്ടർ മോളിക്യൂൾ അങ്ങോട്ട് എലിമിനേറ്റ് ചെയ്യും. വാട്ടർ മോളിക്യൂൾ H2O പോവും. പിന്നെ അവിടെ എന്താ ഉള്ളത്? ഒരു ഓക്സിജൻ മാത്രമാണ് ബാക്കിയുള്ളത്. അപ്പോൾ ആ ഓക്സിജന് അതിൻ്റെ ഇടയിൽ ബോണ്ട് ഫോം ചെയ്യും. ഓക്കെ. അപ്പോൾ ഇവിടെ നോക്കുക, എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 ഹൈഡ്രജൻ. അതുകൊണ്ട് അത് ഡൈബേസിക് ആണ്. ബേസിസിറ്റി ഈസ് ഈക്വൽ ടു 2 ആണ്. ഓക്കെ. അപ്പോൾ അത് H2 ആയി. പിന്നെ എത്ര സൾഫർ ഉണ്ട്? S2 ആയി. എത്ര ഓക്സിജൻ ഉണ്ട്? 7 ഓക്സിജൻ, O7. അതാണ് ഒലിയം. അപ്പോൾ പൈറോ എന്ന് വെച്ചാൽ ഹീറ്റിംഗ് ആണ്. സൾഫ്യൂരിക് ആസിഡിനെ ഹീറ്റ് ചെയ്തിട്ട് കിട്ടിയതാണ് പൈറോ ഡൈസൾഫ്യൂരിക് ആസിഡ്. ആൻഡ് ദാറ്റ് ഈസ് എ സ്ട്രക്ചർ ഹിയർ. ഓക്കെ. ഡബിൾ ബോണ്ട് ഓനെ സൈഡിലോ അതെവിടെ വേണമെങ്കിലും ഇതാ, ഇറ്റ്സ് നോട്ട് എൻ ഇഷ്യൂ. ഡബിൾ ബോണ്ട്. ഇനി ഇതേപോലെ തന്നെ നമ്മൾ 2 സൾഫ്യൂരിക് ആസിഡ്, അത് പൈറോ ഡൈസൾഫ്യൂരിക് ആസിഡ്. ഓക്കെ. ഒലിയം ഓർ പൈറോ ഡൈസൾഫ്യൂരിക് ആസിഡ്. മറ്റൊന്നുണ്ട് പെറോക്സോ ഡൈസൾഫ്യൂരിക് ആസിഡ്. പെറോക്സോ. പെറോക്സൈഡ് ബോണ്ട് എന്ന് വെച്ചാൽ എന്താണെന്ന് നോക്കാം. പെറോക്സോ ഡൈസൾഫ്യൂരിക് ആസിഡ്, അതിൻ്റെ ഫോർമുല H2S2O8. ഹൈഡ്രജൻ പെറോക്സൈഡ് എന്ന് വെച്ചാൽ H2O2 ആണ്. അതിൻ്റെ സ്ട്രക്ചർ HOOH ആണ്. O സിംഗിൾ ബോണ്ട് O വരുന്നതാണ് പെറോക്സൈഡ്സ്. ഓക്കെ. അപ്പോൾ പെറോക്സോ ഡൈസൾഫ്യൂരിക് ആസിഡ് എന്ന് വെച്ചാൽ സൾഫ്യൂരിക് ആസിഡ് എടുക്കുക. എസ് OH കൊടുത്തു, ഡബിൾ ബോണ്ട് O കൊടുത്തു, ഇവിടെ ഡബിൾ ബോണ്ട് O കൊടുത്തു, OH കൊടുത്തു. ഒരു സൾഫ്യൂരിക് ആസിഡ് കൂടി എടുക്കുക. എസ് ഡബിൾ ബോണ്ട് O, ഇവിടെ ഒരു OH, പിന്നെ എന്താ ഉള്ളത്? ഒരു OH, ഒരു ഡബിൾ ബോണ്ട് O. നേരത്തെ നമ്മൾ എന്ത് ചെയ്തു? ഹീറ്റ് ചെയ്തപ്പോൾ ഇവിടുന്ന് വാട്ടർ പോയി. എന്നാൽ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഇതിനെ ഓക്സിഡൈസ് ചെയ്യാണ്. ഓക്സിഡൈസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ OHനെ കുറച്ച് ഇങ്ങോട്ടേക്ക് എഴുതാനുള്ള സുഖത്തിന് OHനെ ഇവിടെ എഴുതി. ഓക്സിഡൈസ് ചെയ്യാന്ന് വെച്ചാൽ റിമൂവൽ ഓഫ് ഹൈഡ്രജൻ. ഇവിടുന്ന് ഒരു ഹൈഡ്രജനെ റിമൂവ് ചെയ്തു. ആൻഡ് ഹിയർ എ ഹൈഡ്രജൻ ഈസ് റിമൂവ്ഡ്. ഓക്കെ. അപ്പോൾ അവിടെ ഒരു ബോണ്ട് ഫോം ചെയ്തു. ആൻഡ് ദിസ് ഈസ് പെറോക്സൈഡ് ബോണ്ട്. ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 ഹൈഡ്രജൻ. അതുകൊണ്ട് അത് ഡൈബേസിക് ആണ്. നമുക്ക് പഠിക്കാനുള്ള ഓക്സോ ആസിഡ്സോ സൾഫർ എല്ലാം ഡൈബേസിക് ആണ്. അപ്പോൾ അത് H2, എത്ര സൾഫർ ഉണ്ട്? S2 ആൻഡ് O8 ആണ്. ദിസ് ഈസ് പെറോക്സോ ഡൈസൾഫ്യൂരിക് ആസിഡ്. ദീസ് ആർ ദ ഓക്സോ ആസിഡ്സ് ഓഫ് സൾഫർ. ആൻഡ് വിച്ച് ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഓക്സോ ആസിഡ് ഓഫ് സൾഫർ എന്ന് ചോദിച്ചാൽ ദാറ്റ് ഈസ് സൾഫ്യൂരിക് ആസിഡ്. ആൻഡ് ദാറ്റ് ഈസ് എ ഫോക്കസ് ഏരിയ ടോപ്പിക്. മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഓക്സോ ആസിഡ് ഓഫ് നൈട്രജൻ ഏതായിരുന്നു? നൈട്രിക് ആസിഡ് ആയിരുന്നു. ഓക്കെ. ആൻഡ് ദാറ്റ്സ് ഓൾ അബൌട്ട് ഗ്രൂപ്പ് 16 elements.
ഗ്രൂപ്പ് 16 എലമെൻസിൽ ഓക്സിജൻ്റെയും അതായത് ഡൈ ഓക്സിജനും അതേപോലെ ഓക്സൈഡുകളും അതേപോലെ ഓസോണും ഡിസ്കസ് ചെയ്തു. സൾഫറിന് അലോട്രോപ്പിക് ഫോംസ് ഓഫ് സൾഫറും അതേപോലെ സൾഫർ ഡയോക്സൈഡും അതേപോലെ തന്നെ നമ്മൾ ഓക്സോ ആസിഡ്സ് ഓഫ് സൾഫറും ഡിസ്കസ് ചെയ്തു. ഓക്കെ, ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഗ്രൂപ്പ് 17 എലമെൻസും ഗ്രൂപ്പ് 18 എലമെൻസും ആണ്. ദാറ്റ്സ് ഓൾ. താങ്ക് യു.